ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സ് എഴുതിയ നോവൽ താരാപഥം, അധ്യായം 25. അനിത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശരത്ചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഹരിത ഉത്സാഹവതിയായിരുന്നു. വളരെ പെട്ടെന്നാണ് അവളുടെ മനോഭാവം മാറിയത്. ഏതോ വലിയ അത്യാഹിതത്തിന് ചെവി കൊടുത്ത് അതിൻ്റെ കാലച്ചയ്ക്ക് കാത്തിരിക്കുന്ന പോലെ പ്രസന്നതയെല്ലാം നഷ്ടപ്പെട്ടു. എന്തുപറ്റി? അനിത ഊണുമേശയിൽ വെച്ച് ഹരിതയോട് ചോദിച്ചു. ഹരിത മിണ്ടാതിരുന്നു. ആഹാരത്തിന് രുചിയില്ല, മനസ്സിൽ ശാന്തതയില്ല, ജീവിതത്തോടും പ്രതിപത്തിയില്ല. ഏതോ കൊടും ഭീതിയുടെ നിഴലിലാണ് അവളെന്ന് അനിതയ്ക്ക് മനസ്സിലായി. ഈ സമയത്ത് ഒന്നും ഓർത്ത് വിഷമിക്കാൻ പാടില്ല. അനിത അവളെ ഉപദേശിച്ചു. എന്തെല്ലാം വിഷമങ്ങളുണ്ടായാലും അതിനെയെല്ലാം ഒരൊറ്റ ചിന്ത കൊണ്ട് മായ്ച്ചു കളഞ്ഞ് മനസ്സുറപ്പിച്ചു നിർത്തണം. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് ആര് പറഞ്ഞു? അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഈ സമയത്ത് ആരോടും വിരോധം പോലും തോന്നാൻ പാടില്ല. ഞാനിത് പറയുമ്പം എന്നോടൊത്തിരി നീരസമുണ്ടെന്ന് എനിക്കറിയാം. അതും മാറ്റി നിർത്തണം. ഹരിത എണീറ്റ് അനിഷ്ടത്തോടെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഒന്ന് ആലോചിച്ചു നിന്ന ശേഷം അനിത പിന്നാലെ ചെന്നു. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല. പകരം ആവശ്യമുള്ളതെല്ലാം അറിഞ്ഞു ചെയ്തു തരും. എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം. ഇവിടെ നിന്നെ നോക്കാൻ വേറെ ആരുമില്ല. സുശീലയ്ക്ക് എങ്ങനെയെങ്കിലും അടുക്കളപ്പണി കഴിച്ചു കൂട്ടിയാ മതിയെന്നേ ഉള്ളൂ. ഹരിസാറിൻ്റെ കാര്യം അറിയാലോ. രാവിലെ ബാങ്കിൽ പോകും, വൈകിട്ട് തിരിച്ചു വരും. പൈസയോ സാധനങ്ങളോ മരുന്നോ വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിത്തരും. അത്രയും മതിയോ 7 മാസം ഗർഭിണിയായ ഒരു പെണ്ണിന്? നീതമ്മോൾ അവൾക്ക് കിട്ടിയ അടിയുടെ വേദനയിൽ നിന്ന് തിരിച്ചു വരുന്നതേയുള്ളൂ. അവൾക്കും നിന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല. ആരെങ്കിലും വേണ്ടേ നിന്റെ കാര്യങ്ങൾ നോക്കാൻ? ഇവിടെ ആരും നോക്കാനില്ലെങ്കിൽ ശരത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം എനിക്ക്. അവരെന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. ഹരിത തർക്കിച്ചു. പക്ഷേ ശരത്ചന്ദ്രൻ ജോലിക്ക് തിരികെ കയറുമല്ലോ. ശരത്ചന്ദ്രൻ്റെ അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്നവരല്ലേ. അവിടെയും നീ ഒറ്റയ്ക്കാവും. സുശീലയെപ്പോലൊരു വേലക്കാരി കാണുമായിരിക്കും. അനിത പറഞ്ഞത് സത്യമായിരുന്നു. മാത്രമല്ല, ശരത്ചന്ദ്രനില്ലാതെ നിനക്കവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അനിത കൂട്ടിച്ചേർത്തു. കൂടി വന്ന 1 മാസം കൂടി നിനക്കവിടെ നിൽക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരണ്ടേ? അതിനേക്കാൾ നല്ലത് ഈ വീട്ടിൽ തന്നെ പൊരുത്തപ്പെടുന്നതല്ലേ. ഇങ്ങനൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള അവകാശമോ അധികാരമോ ഒന്നും നിങ്ങൾക്കില്ല. എന്നിട്ടും നിങ്ങൾ ഒരു അതോറിറ്റി പോലെ എല്ലാത്തിലും ഇടപെടുന്നു. അതാണെൻ്റെ പ്രശ്നം. എത്രയൊക്കെ ആയാലും ഇവിടുത്തെ ഹോം നേഴ്സാണല്ലോ നിങ്ങൾ. ഒരു ഹോം നേഴ്സിൻ്റെ അധികാര പരിധിയൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആ പരിധിയൊക്കെ കടന്നിട്ട് ഭരിക്കാൻ വരികയാ. അതെനിക്ക് പിടിക്കുന്നില്ല. ഞാനിത്തിരി കടന്ന അധികാരം കാണിച്ചതുകൊണ്ടാ നീതമോളിപ്പം ജീവിച്ചിരിക്കുന്നേ. ഞാനിത്തിരി പരിധി വിട്ട് ശ്രദ്ധിച്ചതുകൊണ്ടാ നിനക്കിന്ന് സ്നേഹമുള്ള ഒരു ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കാൻ സാധിക്കുന്നേ. ഇല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്റെ ജീവിതം ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത പോലെ കുഴഞ്ഞു മറിഞ്ഞു പോയേനെ. നിങ്ങൾ എന്തു ചെയ്തു? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് വിസ്തരിച്ച് പറഞ്ഞ എനിക്ക് നിന്റെ മുന്നിൽ കേമിയാകണ്ട. ഞാൻ എന്തെങ്കിലും അധികാരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കുക. ഞാൻ പരിധിക്കപ്പുറം കടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഏതെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാ. ഒക്കെ സമ്മതിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കെന്താ ലാഭം? എനിക്ക് 2 പെൺമക്കളുണ്ട്. അവരെ ഓർത്തിട്ട് ചെയ്യുന്നതാ. പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടത്ര കരുതലും ശ്രദ്ധയും വേണ്ടപ്പെട്ടവർക്ക് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ വഴിപിഴച്ചു പോകുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടത്ര സമയമുണ്ട്. മറ്റെന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല. ഓ, മദർ തെരേസയാകാൻ ശ്രമിക്കുക. കളിയാക്കണ്ട കുഞ്ഞെ. ഇവിടുത്തെ സെർവൻറ്റ് സുശീല നിങ്ങളുടെ അടുത്ത് അധികാരം കാണിക്കാൻ വരുന്നില്ല. നിങ്ങൾക്ക് പനി വന്നാലും നിങ്ങൾ വീണ എണീക്കാൻ വയ്യാതെ കിടന്നാലും അവൾക്കൊന്നുമില്ല. സന്ധ്യയ്ക്ക് മുൻപ് ജോലി തീർത്ത് അവൾ അവളുടെ പാട്ടിന് പോകും. പക്ഷേ നിനക്കൊരു വയ്യായ്ക വന്ന ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഒരു പനി വന്ന കിടപ്പിലായ ഞാൻ നോക്കും. നിന്നെ കാലുതെറ്റി വീണുപോയാൽ ഞാൻ കൊണ്ടുപോകും ആശുപത്രിയിൽ. വേറെ ആരുണ്ട് ഇവിടെ? അതിന് ഹരിതയ്ക്ക് ഉത്തരമുണ്ടായില്ല. അത്രയും കെയറിങ് തരുമ്പോൾ അല്പം അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ കാണിച്ചെന്ന് വരും. ഹരിസാറിൻ്റെ അമ്മയാണെങ്കിലും ദീപച്ചേച്ചിയാണെങ്കിലും ഈ ഞാനാണെങ്കിലും ഞാൻ എന്തെങ്കിലും പറയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടിയാ. ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഒന്നും കൊണ്ടുപോകാനില്ല. ഒരു നന്ദി വാക്ക് പോലും വേണ്ട. ഒടുവിൽ അനിതയുടെ തൊണ്ടയിടറി. ഹരിത പിന്നെ എതിർത്ത് ഒന്നും പറഞ്ഞില്ല. കീഴടങ്ങുകയാണ് ബുദ്ധിയെന്ന് പതുക്കെ പതുക്കെ അവൾക്ക് മനസ്സിലായി. നീതമോളെ അനിത എങ്ങനെയാണ് പരിചരിക്കുന്നതെന്ന് അവൾ കാണുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ അവളെ അതിശയിപ്പിച്ചത് നിവ്യമോൾക്കുണ്ടായ മാറ്റമായിരുന്നു.
ആരെങ്കിലും അടുത്തു ചെന്നിരുന്നാൽ, സ്പർശിച്ചാൽ, പേര് ചൊല്ലി വിളിച്ചാൽ അവൾ തിരിച്ചറിയുന്നുണ്ട്. ഇമ്മകൾ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപൂർവമായെങ്കിലും കൈകാൽ വിരലുകൾക്കും ചലനമുണ്ട്. ഹരിതയുടെ ഭക്ഷണകാര്യങ്ങളെല്ലാം അനിത മുൻകൈയെടുത്ത് ക്രമീകരിച്ചു. അവളുടെ വിശ്രമം, ഉറക്കം, വ്യായാമം എന്നിവയും അനിത ചിട്ടപ്പെടുത്തി. ഹരിതയ്ക്ക് ഗർഭാനുബന്ധമായി പലതരം അസ്വസ്ഥതകളുണ്ടായിരുന്നു. നടുവേദന, കാലുകൾക്ക് കടച്ചിൽ, വയറുവേദന, തലവേദന. ഇതിനെല്ലാം അനിതയാണ് പരിഹാരം കണ്ടെത്തിയത്. അനിത തന്നെ ഹരിതയുടെ തലയിൽ എണ്ണ പുരട്ടിക്കൊടുത്തു. അതിനു പറ്റിയ ഹെർബൽ ഓയിൽ അനിത തന്നെയാണ് വാങ്ങിച്ചത്. വേദനയും കടച്ചിലും അധികരിക്കുമ്പോൾ അനിത തന്നെ അവളുടെ പുറവും കാലുകളും ഉദരവും ഓയിൽ പുരട്ടി മസാജ് ചെയ്തു കൊടുത്തു. ഹരിതയ്ക്ക് അനിതയോട് തോന്നിയിരുന്ന ഈർഷ്യയും അനിഷ്ടവും ആ പരിചരണത്തിൻ്റെ ഇളം ചൂടിൽ ക്രമേണ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി. ഒരു തവണ ഹരിലാൽ വിമലകുമാരിയമ്മയെ ഫോണിൽ വിളിച്ച് പരാതിപ്പെട്ടു. അമ്മയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ വന്നു നിന്നുകൂടെ? ഹരിതയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഈ സമയത്ത് അമ്മയൊക്കെ ഇങ്ങനെ മാറി നിന്നാൽ അവളുടെ കാര്യങ്ങൾ ആര് നോക്കും? അവിടെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. ഞാനിടയ്ക്ക് അനിതയെ വിളിക്കാറുണ്ട്. അമ്മേ, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണ്ടേ ഹരിതയെ നോക്കാൻ? ഹരിതയെ നോക്കാൻ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആള് തന്നെയാ ഇപ്പോൾ അവളുടെ കാര്യങ്ങൾ നോക്കുന്നേ. അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടോയെന്ന് നിന്റെ മകളെ വിളിച്ച് ചോദിക്ക്. ആർക്കാണ് ഉത്തരവാദിത്തം? ഇവിടുത്തെ ഹോം നേഴ്സിനോ? ഹോം നേഴ്സ് നിന്റെ മനസ്സിലല്ലേ? അനിതയ്ക്കറിയാം അവൾ ആരാണെന്നും അവൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി എന്താണെന്നും. അമ്മയോട് ഒരവസരത്തിൽ സത്യം പറഞ്ഞു പോയതാണോ ഞാൻ കാണിച്ച വിഡ്ഢിത്തം? നീ സത്യം പറഞ്ഞെങ്കിൽ അതിപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു ഹോം നേഴ്സിനെ വെച്ചത് നിവിയ മോളെ പരിചരിക്കാൻ വേണ്ടി മാത്രമാ. എൻ്റെ മക്കൾ അവളെ ആശ്രയിക്കേണ്ടി വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവൾക്ക് ഒരമ്മയുടെ കടമ നിറവേറ്റാതിരിക്കാൻ പറ്റില്ല. അതവൾക്ക് ഒരു ജോലിയല്ല, അവളുടെ ധർമ്മമാ. അവൾ വെറും ഒരു ഹോം നേഴ്സ് മാത്രമായിരുന്നെങ്കിൽ നീതമോൾ ഇപ്പോഴും ജീവിച്ചിരിക്കുമോ? ഹരിത ഇപ്പോൾ കല്യാണം കഴിച്ച് സന്തോഷത്തിൽ കഴിയോ? ഇല്ല. നിന്റെ മനസ്സിൽ അവൾ വെറും ഹോം നേഴ്സ് മാത്രമായി ഇരുന്നോട്ടെ. അത് മാറ്റണ്ട. അമ്മേ, കഴിഞ്ഞ 17 വർഷക്കാലം ഹരി, അതൊന്നും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തിരുത്താൻ പറ്റാത്ത പോലെ അവൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടായിരിക്കും, സമ്മതിച്ചു. അവൾ നിന്നോട് ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഹരി. ശമ്പളം കൂടുതൽ കൊടുക്കണ്ട, ഒരവകാശവും അവൾക്ക് വേണ്ട, ഒരാനുകൂല്യവും വേണ്ട. അവൾ ആരാണെന്നോ എന്താണെന്നോ വെളിപ്പെടുത്തുന്നു പോലുമില്ല. പണ്ട് ബാക്കി വെച്ചിട്ട് പോയ ഒരു വലിയ കടമയുടെ ഇത്തിരി ഭാഗം മാത്രമേ അവൾക്ക് ചെയ്തു തീർക്കാൻ കിട്ടുന്നുള്ളൂ. അതവൾ ചെയ്തു തീർത്തോട്ടെ. അമ്മയ്ക്കിപ്പോൾ അവളോട് മനസ്സലവ് തോന്നുന്നുണ്ടായിരിക്കും. എനിക്ക് ഒട്ടുമില്ല. വേണ്ട, ആര് നിർബന്ധിച്ചു? നിന്റെ മനസ്സലവിന് വേണ്ടിയിട്ടല്ലല്ലോ അവൾ ചെയ്യുന്നേ. തീർത്താൽ തീരാത്ത വേദനയും കുറ്റബോധവും സങ്കടവും ഒക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടല്ലേ. ഹരിലാൽ യുക്തമായ ഒരു മറുപടി കിട്ടാതെ മൗനമാചരിച്ചു. ഹരി, നിനക്കവളോട് ക്ഷമിക്കാൻ പറ്റില്ല, ക്ഷമിക്കുകയും വേണ്ട. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം. അവളെക്കൊണ്ട് ഗുണമല്ലാതെ ഒരു ദോഷവും നിന്റെ മക്കൾക്ക് ഉണ്ടാവില്ല. നിന്റെ മക്കൾക്ക് അവൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എതിർക്കുന്നത് തിന്മയല്ലേ? അവളോടുള്ള വിരോധം കാരണം നീ നിന്റെ മക്കളുടെ ശത്രുവേഷം കെട്ടരുത്. ആ ഫോൺ സംഭാഷണം കഴിഞ്ഞപ്പോൾ ഹരിലാലിന് തൻ്റെ പിടുത്തം അയഞ്ഞതുപോലെ ഒരു തോന്നലുണ്ടായി. അയാൾ ചില ശരികളിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ വഴുതിപ്പോകുന്നു. അവധി കഴിഞ്ഞ് തിരികെ ജോലിക്ക് കയറും മുൻപ് ശരത്ചന്ദ്രൻ ഹരിതയെ കാണാൻ വന്നു. ഒരു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അനിതയും ഹരിതയും തമ്മിലുള്ള ഐക്യം ശരത്ചന്ദ്രനെ അത്ഭുതപ്പെടുത്തി. നിനക്ക് അതൃപ്തിയായിരുന്നല്ലോ ആ ഹോം നേഴ്സിനോട്. ഇപ്പോൾ എന്തു സംഭവിച്ചു? നീ ആൻറ്റി എന്നാണല്ലോ അവരെ വിളിക്കുന്നത് പോലും. എന്തു സംഭവിച്ചെന്ന് ശരത്തേട്ടന് കണ്ടാൽ അറിഞ്ഞുകൂടെ? അവൾ കുസൃതി ചിരിയോടെ അയാളെ നോക്കി. അത് മറ്റൊരു അത്ഭുതം. ആ സ്ത്രീ വെറുമൊരു ഹോം നേഴ്സല്ലേ? അവരെന്തിനാ നിന്റെ അടുത്ത് ഇത്രയും അടുപ്പം കാണിക്കുന്നേ? എന്തുകൊണ്ടാ ഇത്രയും കെയറിങ്? സ്വന്തം അമ്മയെപ്പോലെയല്ലേ നിനക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നേ? അവിടെയാ ഞാനും തോൽവി സമ്മതിച്ചത്. അവർക്ക് ടിപ്പ് കൊടുക്കുന്നുണ്ടോ? എക്സ്ട്രാ സാലറി ഉണ്ടോ? ഒന്നുമില്ല. ആദ്യം പറഞ്ഞ ശമ്പളം മാത്രം. അതുപോരാ. ചോദിച്ചില്ലെങ്കിൽ പോലും മനസ്സറിഞ്ഞു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ് മണി പോലെ എന്തെങ്കിലും കൊടുക്കണം. അച്ഛൻ കൊടുക്കുമോയെന്നറിയില്ല. അച്ഛനിപ്പോഴും അവരോട് മതിപ്പില്ല. നീ കൊടുത്താൽ മതി. ഞാൻ തന്നിട്ട് പോകാം പൈസ. അച്ഛനറിയണ്ട. അച്ഛനറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അച്ഛൻ്റെ പൈസയല്ലല്ലോ. ഒരാൾ നമുക്ക് പ്രത്യേകമായിട്ട് ഒരു സർവീസ് തരുമ്പോൾ നമ്മൾ അതിന് അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കണം. അങ്ങനെ ചെയ്യാം. ഹരിത സമ്മതിച്ചു. രാത്രി ശരത്ചന്ദ്രൻ കുളിച്ചിട്ട് ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിൽ വന്ന് നിന്ന് മുടി ചീകിക്കൊണ്ട് നിന്നപ്പോൾ
ഹരിതയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. നമ്പർ ആരുടേതെന്ന് ഹരിതയ്ക്ക് മനസ്സിലായില്ല. അതിനാൽ ഫോൺ എടുക്കാൻ മടിച്ചു. ഫോൺ എടുക്കുമോളൂ, ആരാണെന്ന് നോക്ക്. ശരത്ചന്ദ്രൻ നിലക്കണ്ണാടിയിലൂടെ ഹരിതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അറ്റൻഡ് ചെയ്യരുതെന്ന് ഹരിതയ്ക്ക് ഒരു ഉൾപ്രേരണയുണ്ടായി. അവൾ കോൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞു, കട്ടായിപ്പോയി. നീ എന്നെ വിട്ടു പോന്ന ശേഷം ഞാൻ അല്പം ക്ഷീണിച്ചു അല്ലേ തരിക? മറ്റുള്ളവർ കേൾക്കെ ഇങ്ങനെ വിളിക്കില്ലേ ശരത്തേട്ട? എന്താ വിളിച്ചാൽ? എനിക്ക് നാണം വരും. കേട്ടാലും ആർക്കുമൊന്നും മനസ്സിലാവില്ലല്ലോ. ശരത്ചന്ദ്രൻ ചിരിച്ചു. വീണ്ടും ഫോൺ ബെൽ. എടുക്ക്, ശരത്ചന്ദ്രൻ പറഞ്ഞു. ഹരിത ഫോൺ എടുത്തു. ഹലോ. ആദ്യമെന്താ കട്ട് ചെയ്ത് കളഞ്ഞേ? രവിശങ്കറിൻ്റെ ശബ്ദം. ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. നമ്മുടെ പ്രശ്നത്തിന് ഏറ്റവും പറ്റിയ പരിഹാരം. ഹരിതയുടെ മുഖം വിളറി വെളുത്ത് രക്തശൂന്യമായി. ശരത്ചന്ദ്രൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അധ്യായം 26. ഹരിത ശ്രമപ്പെട്ട് ഒരു പുഞ്ചിരി വരുത്തി. ഫോൺ കട്ട് ചെയ്യാൻ ഒതുക്കത്തിൽ ശ്രമിച്ചെങ്കിലും വിരലുകളുടെ വിറയൽ കാരണം അതിന് കഴിയുന്നില്ല. ശരീരത്തിലൂടെ ഒരു വൈദ്യുത പ്രവാഹം പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഫോണിലൂടെ ശരീരത്തിലേക്ക് കയറി പാദങ്ങളിലേക്ക് ഒഴുകുന്നു. മുറിയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നടന്നു നീങ്ങാൻ ശ്രമിച്ചിട്ട് അതിന് കഴിയുന്നില്ല. മറുവശത്ത് രവിശങ്കർ സംസാരിക്കുകയാണ്. നീ എന്താ മിണ്ടാത്തത്? ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് പറഞ്ഞില്ലേ? അത് ഇതാണ്. എന്തായാലും ഞാനും അനുവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. അവൾ കുട്ടികളെയും കൊണ്ടുപോകും. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനൊന്നും ഞാനില്ല. ഇനി 2 മാസത്തിനുള്ളിൽ നിന്റെ ഡെലിവറി കഴിയുമല്ലോ. പിന്നെ 2-3 മാസം കൂടി നീ വീട്ടിൽ നിൽക്കണം. അതിനുശേഷം നീ കുഞ്ഞിനെയും എടുത്ത് എൻ്റെ കൂടെ വരിക. ഹരിതയ്ക്ക് താനിപ്പോൾ ബോധമറ്റ് വീഴുമെന്ന് തോന്നിപ്പോയി. ശരത്ചന്ദ്രൻ തൻ്റെ വെപ്രാളം കാണുന്നുണ്ട്. താൻ എന്തുകൊണ്ടാ സംസാരിക്കാത്തതെന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. രവിശങ്കർ മറുവശത്തു നിന്ന് സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു പുരുഷനാണ് പറയുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്തോളം ശബ്ദം മൊബൈൽ ഫോണിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് ലോകത്തിലെ ദൈവങ്ങളെല്ലാം കൂടി അവളുടെ തലയിൽ ഒരു ബോധോദയം വരുത്തി. ഓ മൈ ഗോഡ്, രവിയങ്കളായിരുന്നോ ഇത്? അയ്യോ, ഞാനോർത്തു ആരാ സംസാരിക്കുന്നതെന്ന്. സ്വരം കേട്ടിട്ട് ഞാൻ തിരിച്ചറിഞ്ഞേയില്ല. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ആരാണെന്നറിയാതെ. സ്വരം മാറിപ്പോയല്ലോ രവിയങ്കളെ. കോൾഡ് പിടിച്ചിട്ടാണോ? ഞാനിപ്പം വീട്ടിലാങ്കിളെ. ശരത്തേട്ടനുമുണ്ട് എൻ്റെ കൂടെ. ഇത് വലിയ സർപ്രൈസായി പോയല്ലോ. അങ്കിളിൻ്റെ കോള്. അനു ആൻറ്റി ഉണ്ടോ അടുത്ത്? ഏത് ശരത്തേട്ടൻ? നിന്റെ ഭർത്താവോ? മറുവശത്ത് ചോദ്യം വന്നു. ഞാനിപ്പം തന്നെ ശരത്തേട്ടന് കൊടുക്കാലോ. ആൻറ്റിയുടെ വിശേഷം പറ. അവൾ അടുത്തില്ല. ശരത്തേട്ടൻ ഇന്നാ വന്നേ. ഞാൻ കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ട് പോന്നിട്ട്. ശരത്ത് വന്നെങ്കിൽ നീ വിളിച്ചു പറയണ്ടേ? എൻ്റെ നമ്പറില്ലായിരുന്നോ നിന്റെ കയ്യിൽ? അതോ, ഡെലിവറിക്ക് വന്നതാ. ഇനിയും 2 മാസം കൂടിയുണ്ട്. ഞാൻ ശരത്തേട്ടന് കൊടുക്കാം. ഹരിത ശരത്ചന്ദ്രൻ്റെ അടുത്തെത്തി ഫോൺ കൈമാറിക്കൊണ്ട് പറഞ്ഞു. രവിയങ്കളാ, ബാംഗ്ലൂരിലുള്ള രവിയങ്കൾ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അനുപമ ആൻറ്റിയും രവിയങ്കളും ദീപ അപ്പച്ചിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവാ. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പം ഇവിടെയും വരും. ഫാമിലി എല്ലാവരും കൂടെ. ശരത്ചന്ദ്രൻ ഫോൺ വാങ്ങി കാതോട് ചേർത്ത് പിടിച്ചു. ഹലോ മിസ്റ്റർ ശരത്ചന്ദ്രൻ, ഐ എം രവിശങ്കർ. രവിശങ്കർ എന്തെങ്കിലും വിട്ടുപറയുമോ എന്ന് പേടിച്ച് ഹരിതയുടെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. താങ്കളെപ്പറ്റി ഹരിത എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാനത് മറന്നു. അങ്ങനെയാണ് അന്തസ്സുള്ള ഭർത്താവ് ചെയ്യേണ്ടത്. അല്ലാതെ താൻ ആരാണ്? എൻ്റെ ഭാര്യയെ ഈ രാത്രിയിൽ എന്തിനു വിളിച്ചു? അവൾ നിങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടേയില്ലല്ലോ എന്നിങ്ങനെ സംശയത്തിൻ്റെ കത്തിമുന കൊണ്ട് കുത്തിത്തുളക്കിയല്ല വേണ്ടത്. അവളുടെ ശരീരത്തിൽ പടർന്ന വിറയൽ ക്രമേണ ശമിച്ചു. ശരത്തേട്ടൻ രവിയങ്കളിനോട് സംസാരിക്കുന്നുണ്ട്. രവിശങ്കറിൻ്റെ മറുപടിയിൽ ചെറുതായി ചിരിക്കുന്നുണ്ട്. ഹരിതയുടെ തണുത്തു വിറങ്ങലിച്ചു പോയ വിരലുകളിലേക്ക് ജീവന്റെ ചൂട് തിരികെ വ്യാപിച്ചു തുടങ്ങി. ഹൃദയം ഇതുവരെ ഒരു തലമുടി നാരിൽ തൂങ്ങിക്കിടന്ന് പിടയുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും രക്തക്കുഴലുകളാൽ ബന്ധിക്കപ്പെട്ടു. 2 ചെവികളും ഇരുവശത്തേക്കും തുറന്നു. അതിലൂടെ ചുട്ടുപഴുത്ത തലച്ചോറിലെ നീരാവി പുറത്തേക്ക് പാഞ്ഞുപോയി. ശരത്ചന്ദ്രൻ ഫോൺ അവൾക്ക് തിരികെ കൊടുത്തു. കട്ടായില്ല, സംസാരിക്ക. ഹരിത ഫോൺ തിരികെ വാങ്ങി. ഹലോ രവിയങ്കളെ, ഞാൻ അയാളുമായി സംസാരിച്ചു. എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അയാളോട് മാത്രമല്ല, നിന്നോടും. നീ എന്തിനാ അയാളുടെ കയ്യിൽ ഫോൺ കൊടുത്തത്? സ്വരം താഴ്ത്തിയാണ് പറയുന്നത്. അതും ശരിയല്ല. അതിനാൽ ഹരിത തൻ്റെ ശബ്ദം അല്പം കൂടി ഉയർത്തി. ഇനി എന്നാ അങ്കിളെ നാട്ടിലേക്ക് വരുന്നേ? ചിലപ്പോൾ അപ്പോഴേക്കും എൻ്റെ ഡെലിവറി കഴിയും. അപ്പോൾ ആൻറ്റിയെയും കൂട്ടി വരണേ. എൻ്റെ മാരേജ് കഴിഞ്ഞ ശേഷം ആരെയും കാണാൻ പറ്റിയില്ല. നിനക്ക് ആരെയും കാണണ്ടായിരുന്നല്ലോ, അതല്ലേ സത്യം? ശരത്ചന്ദ്രൻ തൊട്ടുപിറകിൽ നിന്ന് പറഞ്ഞപ്പോൾ ഹരിത ഞെട്ടിപ്പോയി. അവൾ അയാളുടെ അരികിൽ നിന്ന് തിരിഞ്ഞു നടക്കുകയായിരുന്നു. തൊട്ടുപിറകെ വന്നിട്ടാണ് ചോദ്യം.
ശരി അങ്കിളെ, ആൻറ്റിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ഗുഡ് നൈറ്റ്. ഹരിത കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ശരത്ചന്ദ്രൻ്റെ നേർക്ക് തിരിഞ്ഞു. എനിക്കാദ്യം മനസ്സിലായില്ല ശരത്തേട്ടാ, ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ശബ്ദം. പിന്നെ നിന്റെ ചെവിയുടെ കുഴപ്പമായിരിക്കും. മനുഷ്യന് തോന്നുമ്പോൾ അവൻ്റെ ശബ്ദം മാറ്റാൻ പറ്റുവോടാ? കോൾഡ് പിടിച്ചതാണെന്നേ അങ്കിൾ സമ്മതിച്ചു. ഞാൻ നോക്കുമ്പം നീ ഫോൺ എടുത്തിട്ട് ഷോക്ക്ഡായ പോലെ നിൽക്കുക. അയാളാണെങ്കിൽ സംസാരിക്കുന്നുമുണ്ട്. എന്താ കാര്യമെന്ന് എനിക്ക് പിടികിട്ടിയില്ല. നമുക്കൊരു പ്രതീക്ഷയില്ലല്ലോ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെയൊരാൾ വിളിക്കുമെന്ന്. അതിന് നീ എന്തിനാ അന്താളിക്കുന്നേ? ആളെ മനസ്സിലായില്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, ആരാ സംസാരിക്കുന്നേ? ഐ കാൺ റെക്കഗ്നൈസ് യുവർ വോയിസ് എന്ന് പറയണം. അല്ലാതെ മിഴിച്ചു നിൽക്കുകയാണോ വേണ്ടത്? ഫോണിൽ കൂടി ശബ്ദം കേട്ടിട്ട് ഇക്കാലത്ത് നമ്മൾ ഒരാളെ തിരിച്ചറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പണ്ടത്തെ പോലല്ല. ഓരോ ദിവസവും നമ്മൾ ഫോണിലൂടെ തന്നെ നിരവധി ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. സോറി ശരത്തേട്ടാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അതിന് എന്നോടെന്തിനാ സോറി പറയുന്നേ? എനിക്കൊരു സോറി പറയാനും വയ്യേ? അപ്പോഴേക്കും നീത ലോബിയിൽ നിന്നുകൊണ്ട് പറയുന്നത് കേൾക്കായി. ചേച്ചി, ആൻറ്റി ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടേ. വിശപ്പുള്ളവർക്ക് താഴേക്ക് വരാം. ഞങ്ങൾ വന്നേക്കാം, നീ പോയിക്കോ, ഹരിത പറഞ്ഞു. അവളെന്താ പഠിപ്പ് നിർത്തി വീട്ടിൽ വെറുതെ നിൽക്കുന്നേ? ശരത്ചന്ദ്രൻ സ്വരം താഴ്ത്തി ചോദിച്ചു. കോളേജിൽ അവൾ 3-4 കൂട്ടുകാരികളും കൂടി ചേർന്ന് എന്തോ വികൃതി കാണിച്ചു. അത് കാരണം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. ഇനി ആ കോളേജിൽ പഠിക്കുന്നില്ലെന്ന് അവളും. ഇത്തിരി അഹങ്കാരമുണ്ടോ ആ കുട്ടിക്ക്? അഹങ്കാരമല്ല, വിവരക്കേട്, എടുത്തുചാട്ടം കൂടുതലാ. നിങ്ങൾക്ക് 2 പേർക്കും എങ്ങനെയാ 2 തരത്തിലുള്ള സ്വഭാവം വന്നേ? താൻ എന്തു പാവാ, ആരോടും ദേഷ്യപ്പെടുന്ന പോലും കണ്ടിട്ടില്ല. അങ്ങോട്ടാരെങ്കിലും ദേഷ്യപ്പെട്ടാലും ഒരു വിരോധവുമില്ല. വേറെ ആരാണെങ്കിലും ഒന്നുകിൽ തിരിച്ച് എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ കരയും. എനിക്ക് സങ്കടമൊക്കെ തോന്നാറുണ്ട്. കരയുന്നത് രഹസ്യമായിട്ടാ അല്ലേ? ആര് പറഞ്ഞു? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടല്ലേ? അതെ, ഞാനും പറഞ്ഞുള്ളൂ. ഒരേ അച്ഛൻ്റെ മക്കളല്ലേ നിങ്ങൾ 2 പേരും. ഒരാൾക്ക് മാത്രം എടുത്തുചാട്ടവും വികൃതിയും, മറ്റേയാൾ ശാന്തശീല. ഞാൻ എപ്പോഴും വിചാരിക്കും, അച്ഛൻ്റെ സ്വഭാവം തനിക്കാണല്ലോ കിട്ടിയിരിക്കുന്നതെന്ന്. അച്ഛനെന്ത് ശാന്തനാണല്ലേ? അച്ഛന് ദേഷ്യം വന്നാൽ പിന്നെ കണ്ണും മൂക്കും ഒന്നുമില്ല. നീതയ്ക്ക് ചിലപ്പോൾ അമ്മയുടെ സ്വഭാവമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? ഹരിത അതിന് മറുപടി പറഞ്ഞില്ല. സോറി, അമ്മയെപ്പറ്റി ഞാൻ ഓർമ്മിപ്പിക്കരുതായിരുന്നു അല്ലേ? തങ്ങൾ 2 പേരും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു എന്നാണ് ശരത്ചന്ദ്രനെ ധരിപ്പിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ വിശദീകരണമൊന്നും അയാൾക്ക് ആരിൽ നിന്നും കിട്ടിയിട്ടുമില്ല. ഫുഡ് കഴിക്കണ്ടേ? നീത താഴേക്ക് പോയിട്ടുണ്ടാവും. വാ, നമുക്കും ചെല്ലാം, ശരത്ചന്ദ്രൻ പറഞ്ഞു. ശരത്തേട്ടാ, ഞാൻ ടോയ്ലറ്റിലൊന്ന് കയറിയിട്ട് വരാം. ശരത്തേട്ടൻ പോയിക്കോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ചെല്ല് ശരത്തേട്ടാ. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ ആൻറ്റി എന്തു വിചാരിക്കും? ഇതൊക്കെ ഫ്രീ സർവീസല്ലേ. അവിടെ ചെന്ന് വെറുതെ ഇരുന്നാൽ മതി. അപ്പോഴേക്കും ഞാനും വരാം. ഹരിത അയാളുടെ ചുമലിൽ 2 കൈയും ഊന്നി റൂമിന് പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോയി. ഒരു തമാശ കണക്കെ അയാൾ അത് ആസ്വദിച്ചു. ഹരിത ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഭിത്തിയിൽ ചാരി അല്പനേരം നിന്നു. കഴിഞ്ഞുപോയത് എന്തെല്ലാമാണെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. യുദ്ധരംഗത്ത് പെരുമ്പറം മുഴങ്ങും പോലെ അവളുടെ നെഞ്ചിന് താഴെ ഒരാന്തലും വിറയലും വന്നു പോയിക്കൊണ്ടിരുന്നു. രവിയങ്കൾ തന്നെ വെറുതെ വിടില്ലെന്ന് തീർച്ചപ്പെട്ടു. കഷ്ടിച്ചാണ് ശരത്തേട്ടൻ്റെ മുന്നിൽ രക്ഷപ്പെട്ടത്. അപ്പോഴത്തെ അർദ്ധബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുകൂടി ഓർമ്മയില്ല. രവിയങ്കളും അനു ആൻറ്റിയും തമ്മിൽ പിരിഞ്ഞു കഴിയുമ്പോൾ താൻ അപ്പോഴേക്കും പ്രസവിക്കുന്ന കുഞ്ഞിനെയും എടുത്ത് കൂടെ ചെല്ലണമത്രേ. നാഫിയിൽ നിന്നൊരു കാട്ടുതീ നെഞ്ചിലേക്ക് ആളിപ്പടരുന്നു. തീർന്നുവെന്ന് താൻ ആശ്വസിച്ചതെല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. കാറ്റ് വിതച്ചിട്ട് ഇപ്പോൾ കൊടുങ്കാറ്റ് കൊയ്യാൻ പോവുകയാണ്. രവിയങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നിച്ച് ജീവിക്കാമെന്നോ? രവിയങ്കളിന് അനു ആൻറ്റിയെ തള്ളിക്കളയാൻ എളുപ്പമായിരിക്കും. അവർക്കും അത് സമ്മതമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിയും. പക്ഷേ അതുപോലെയാണോ താൻ? ശരത്തേട്ടനെ വിട്ടുപോയിട്ട് ഇനി തനിക്കൊരു ജീവിതം വേണ്ട. അതിനേക്കാൾ മരണമാണ് നന്ന്. ഹരിത മെല്ലെ വാതിൽ തുറന്നു മുറിയിൽ നോക്കി. പിന്നെ ലോബിയിലേക്കുള്ള വാതിലിനരികെ ചെന്നു. കോണിപ്പടിക്ക് മുകളിൽ കാത്തു നിൽക്കുകയാണ് ശരത്തേട്ടൻ. തന്നെ കൂടാതെ താഴേക്ക് പോവില്ല. താങ്ങിപ്പിടിച്ച് ഓരോ പടിയും ഇറക്കൂ. വീട്ടിൽ വെച്ചും അങ്ങനെയായിരുന്നു. ഹരിത ഫോൺ എടുത്തുകൊണ്ട് ടോയ്ലറ്റിൽ കിടന്ന് വാതിലടച്ചു. ബക്കറ്റിലേക്ക് ടാപ്പ് തുറന്നു വെച്ചിട്ട് രവിശങ്കറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 2 റിങ്ങിനുള്ളിൽ ആളെ കിട്ടി. ഹലോ. രവിയങ്കളെ, ഉപദ്രവിക്കില്ലേ? കാല് പിടിച്ച് അപേക്ഷിക്കുക. ഞാൻ നിന്നെ ഉപദ്രവിക്കാനോ? ഒരിക്കലുമില്ല. നിന്നെ രക്ഷിക്കണമെന്ന എൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇനി എന്നെ വിളിക്കരുത്. ഞാനുമായി ഒരു വിധത്തിലും ബന്ധപ്പെടാൻ ശ്രമിക്കരുത്.
എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നീ അയാളുടെ കൂടെ ജീവിക്കുക. അതെന്തൊരു ജീവിതമാ? ജീവിതകാലം മുഴുവൻ അയാളെ ചീറ്റ് ചെയ്യുകയല്ലേ നീ? രവിയങ്കിളെ പ്ലീസ്, ഉപദ്രവിക്കല്ലേ. ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിച്ചു കളയും. അതേയുള്ളൂ എൻ്റെ മുൻപിൽ ഒരേ ഒരു വഴി. അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അധ്യായം 27. ശരത്ചന്ദ്രൻ കുറേ സമയം ലോബിയിൽ കാത്തുനിന്നു. താഴെ ഹാളിൽ നീത ടിവിയിലേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൾ മുകളിലേക്ക് നോക്കി. ചേച്ചി എവിടെ ശരത്തേട്ടാ? ഇപ്പോൾ വരും. അച്ഛൻ വെയിറ്റ് ചെയ്യുക. ദാ വന്നു. നീത ചെന്ന് ഇരുന്നോളൂ. ശരത്ചന്ദ്രൻ തിരികെ മുറിയുടെ നേർക്ക് നടന്നു. ഹരിത ബാത്റൂമിൽ നിന്നിറങ്ങി വരുന്നുണ്ടായിരുന്നു. അവൾ ടവൽ മുഖത്ത് ചേർത്തുകൊണ്ടാണ് അയാൾ നിൽക്കുന്നിടത്തേക്ക് വന്നത്. അവളുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നത് കണ്ട് ശരത്ചന്ദ്രൻ ആശ്ചര്യപ്പെട്ടു. ഇയാളെന്താ, കരഞ്ഞോ? വാഷ് ബേസിനിലോട്ട് കുനിഞ്ഞ് മുഖം കഴുകിയപ്പോൾ പുറത്തൊരു മിന്നിപ്പിടുത്തം. നിവരാനും വയ്യ, കുനിയാനും വയ്യ. പുറത്തെവിടെ? ശരത്ചന്ദ്രൻ അവളുടെ പുറത്ത് തടവി. എന്നെ വിളിച്ചുകൂടായിരുന്നോ? ശരത്തേട്ടാ, എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു. വേദന കാരണം കണ്ണു നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. വാഷ് ബേസിനിലോട്ട് ഒരു കൈയും കുത്തി ഞാൻ അങ്ങനെ തന്നെ നിന്നു. ഇപ്പോൾ വേദന പോയോ? കുറഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് നിവർന്നു നിൽക്കാൻ പറ്റുമോ? ശബ്ദം പോലും അടഞ്ഞു പോയല്ലോ. ശരത് അലിവോടെ അവളെ ചേർത്ത് പിടിച്ചു. ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വിഷമം പിടിച്ച ഏർപ്പാടല്ലേ? എനിക്ക് തോന്നുന്നത് പുരുഷന്മാർക്ക് അതേപ്പറ്റി ഒരു ധാരണയുമില്ലെന്ന. മാരേജിന് മുൻപ് തന്നെ എല്ലാ പുരുഷന്മാർക്കും അതേപ്പറ്റി പഠിപ്പിക്കാൻ വേണ്ടി ഒരാഴ്ചത്തെ ക്ലാസ് കൊടുക്കേണ്ടതാ, നിർബന്ധിതമായിട്ട്. ആരു കൊടുക്കും ക്ലാസ്? ഗവൺമെൻറ് അതിനുള്ള സൗകര്യമുണ്ടാക്കണം. അതിനുവേണ്ടി ഹെൽത്ത് സെൻ്ററുകളിലോ ഗവൺമെൻറ് ആശുപത്രികളിലോ ഓരോ ക്ലാസ് റൂമും പ്രഗ്നൻസിയുടെ വിവിധ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട കെയറിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്ന ഗൈനക്കോളജിസ്റ്റുകളോ മിഡ്വൈഫുമാരോ വേണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കുമോ ശരത്തേട്ടാ? ഒരിക്കലുമില്ല. ഇതൊന്നും പഠിപ്പിച്ചിട്ടല്ലല്ലോ മനുഷ്യനുണ്ടായ കാലം മുതൽ സ്ത്രീകൾ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയല്ലേ ചെയ്യൂ. ഒറ്റനോട്ടത്തിൽ അത് ശരിയാണെന്ന് തോന്നും. പക്ഷേ മറ്റൊരു ജീവനും കൂടി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീയുടെ വിഷമങ്ങൾ വാസ്തവത്തിൽ പുരുഷന്മാർ അറിയുന്നുണ്ടോ? കെട്ടിയ പെണ്ണ് ഗർഭിണിയാണെന്നറിയുമ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. ജോലി ചെയ്തുകൊണ്ടിരുന്നവൾ പിറ്റേ ദിവസം മുതൽ ആ ജോലി തുടരണം. ചീത്ത കേട്ടോണ്ടിരിക്കുന്നവൾ അത് കേൾക്കണം. അടിയും തൊഴിയും കിട്ടിക്കൊണ്ടിരുന്നവൾക്ക് പിറ്റേന്നും അത് തന്നെ കിട്ടും. പ്രത്യേകിച്ചൊരു പരിഗണനയുമില്ലല്ലോ. ശരത്തേട്ടനും ഇതൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത്? എനിക്ക് മനസ്സിലായതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. സംസാരിച്ച് സ്റ്റെയർ കേസിന് മുകളിലെത്തി. സംസാര വിഷയം മാറിയതോടെ ഹരിതയ്ക്ക് ആശ്വാസമായി കഴിഞ്ഞിരുന്നു. അല്പം മുൻപ് ശരണം മറ്റ് പരുതി പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലുമില്ലാതെ പേടിയുടെ അലയാഴിയിൽ കൈകാലിട്ടടിച്ച് ശ്വാസം കിട്ടാതെ പിഴിഞ്ഞുകൊണ്ടിരുന്ന താനാണോ ഇപ്പോൾ ഇത്രമേൽ ശാന്തിയായി തീർന്നത് എന്ന് അവൾ തന്നെത്താൻ അത്ഭുതപ്പെട്ടു. ശരത്തേട്ടൻ്റെ കൈത്തലം സ്പർശിക്കുമ്പോൾ, സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ, ചേർത്തു പിടിക്കുമ്പോൾ എല്ലാ ഭീതികളും കെട്ടടങ്ങുന്നു. മനസ്സിൻ്റെ കോളിളക്കം ശമിക്കുന്നു. എന്തെന്നില്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധം അനുഭവപ്പെടുന്നു. പക്ഷേ എത്ര സമയത്തേക്ക്? ശരത്തേട്ടൻ നാളെ തിരിച്ചു പോകും. അതിനുശേഷമോ? രവിശങ്കർ ഏതോ സിനിമയിലെ വില്ലനെ പോലെ ഒരു മൊബൈൽ കയ്യിൽ പിടിച്ച് പുഷ്ബാക്ക് കസേരയിൽ ശാന്തനായി ചാരിക്കിടക്കുന്നത് അവൾ തൻ്റെ മനക്കണ്ണിൽ കണ്ടു. ഇരയെ വളരെ അടുത്ത് കിട്ടുമെന്നുറപ്പുള്ള വന്യമൃഗത്തെപ്പോലെ. ശരത്ചന്ദ്രൻ ഹരിതയുടെ അരയ്ക്ക് കൈ ചുറ്റി താങ്ങിപ്പിടിച്ച് അവളെ കോണിപ്പടി ഇറക്കിക്കൊണ്ടുപോയി. ഊണുമുറിയിൽ ഹരിലാലും നീതയും കാത്തിരിപ്പുണ്ടായിരുന്നു. ഭക്ഷണമെല്ലാം മേശപ്പുറത്ത് റെഡിയാണ്. ഹരിത ശരത്ചന്ദ്രനും അച്ഛനും വിളമ്പിക്കൊടുത്തു. നീത തനിക്ക് ആവശ്യമുള്ളത് വിളമ്പിയെടുത്തു. ശരത് എന്നാണ് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നത്? ഹരിലാൽ തിരക്കി. മറ്റന്നാൾ. ഇടയ്ക്ക് ലീവ് കിട്ടുമോ? അറിയില്ല. മർച്ചൻ്റ് നേവിയല്ലേ? കൊച്ചിയിൽ നിന്ന് നേരെ മുംബൈക്കാണ് പോണെന്ന് അറിഞ്ഞത്. മുംബൈയിൽ ചിലപ്പോൾ കുറേ ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നാട്ടിൽ വരാൻ പറ്റും. മുംബൈയിൽ നിന്ന് എങ്ങോട്ടാ പോവുക? സിംഗപ്പൂരിലേക്ക്. കടലിലായി കഴിഞ്ഞാൽ പിന്നെ കരയെടുക്കാതെ രക്ഷയില്ല. ശരത്ചന്ദ്രൻ വെളിപ്പെടുത്തി. ശരത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഹരിതയ്ക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് അവരുടെ ഭർത്താവ് അടുത്തുണ്ടെന്നറിയുന്നത് വലിയ ധൈര്യമാണ്. തനിക്കറിയാം എന്ന മട്ടിൽ ശരത്ചന്ദ്രൻ തലയാട്ടി. ഇവിടെ ഹരിതയെ കെയർ ചെയ്യാൻ ആളുണ്ടല്ലോ, ഇല്ലേ? അപ്പോഴേക്കും അമ്മ വരും. പിന്നെ ദീപചേച്ചിയും ഉണ്ടാവും. ഒരാവശ്യം വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ഹരിലാൽ പറഞ്ഞു. ഇവിടുത്തെ ഹോം നേഴ്സ് വളരെ കോഓപ്പറേറ്റീവ് ആണല്ലോ. ശരത്ചന്ദ്രൻ എടുത്തു പറഞ്ഞു. അത് നിവിയ മോളെ നോക്കാൻ വേണ്ടിയാണ്. ഹോം നേഴ്സുമാരെ കൊണ്ട് മറ്റു ജോലികളൊന്നും ചെയ്യിക്കരുതെന്നാണ്. ഹരിത പറഞ്ഞു. അവൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്ന്. ഞാൻ പറഞ്ഞത് നമ്മളത് അവരുടെ ഡ്യൂട്ടിയായി കണക്കാക്കണ്ട എന്നാണ്.
എന്തെങ്കിലും സൗജന്യം ചെയ്തു തരുന്നു എന്നേ ഉള്ളൂ. അവർക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് എന്തെങ്കിലും കൊടുത്താലോ? അതൊക്കെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരാണ്. മാത്രമല്ല, നമ്മളങ്ങനെ ദുശീലങ്ങളൊന്നും പഠിപ്പിക്കാനും പാടില്ല. നാളെ മറ്റൊരു വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ടവരല്ലേ? ശരത്ചന്ദ്രൻ ഹരിതയുടെ നേർക്ക് ഒരു നോട്ടം അയച്ചു. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന മട്ടിൽ. ഞാൻ പറഞ്ഞത് അവരെക്കൊണ്ട് വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ്, ഹരിലാൽ കൂട്ടിച്ചേർത്തു. അല്ലാതെ തന്നെ ഇവിടെ എല്ലാ കാര്യത്തിനും ആളുണ്ടാവും. ശരത്ചന്ദ്രൻ അതോടെ ആ വിഷയം വിട്ടു. ഭക്ഷണം കഴിഞ്ഞ് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അയാൾ ഹരിതയോട് പറഞ്ഞു, താഴെ റൂമുണ്ടല്ലോ, താഴേക്ക് താമസം മാറ്റുന്നതാ നല്ലത്. പടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആരുണ്ട് താങ്ങിപ്പിടിക്കാൻ? സാരമില്ല ശരത്തേട്ട, എനിക്കത്രയ്ക്ക് വയ്യായികയൊന്നുമില്ല. കുറച്ചു മുൻപ് ബാത്റൂമിൽ വെച്ചുണ്ടായ പോലെ പെട്ടെന്നൊരു വേദന വന്നാലോ? അനങ്ങാൻ പറ്റാതെ നിന്നു പോയാലോ? ആരെങ്കിലും വന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. മുകളിലാവുമ്പോൾ നീതയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ, ഹരിത വെറുതെ പറഞ്ഞു. അവൾക്ക് അവളെ തന്നെ നോക്കാൻ സമയമില്ല. അപ്പോഴാ അവൾ നിന്നോട് സംസാരിക്കുന്നത് പോലും ഞാൻ വന്ന ശേഷം കണ്ടിട്ടില്ല. അത് ശരത്തേട്ടനുള്ളതുകൊണ്ടാ. മോളു, ഞാൻ പറയുന്ന കേൾക്ക്. താഴെയാവുമ്പോൾ ആ സ്ത്രീക്ക് നിന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. അവരുണ്ടല്ലോ എപ്പോഴും അവിടെ തന്നെ. മുകളിലായാൽ അവർ ഇടയ്ക്കിടെ കയറി വന്ന് നോക്കണ്ടേ? ആൻറ്റി വന്ന് നോക്കാറുണ്ടല്ലോ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം വേണ്ടേ? ഞാൻ മാറിക്കൊള്ളാം ശരത്തേട്ട, ഒരാഴ്ചയും കൂടി കഴിയട്ടെ. അവർ മുറിയിലെത്തി. വാതിലടച്ച് കിടക്കവേ ശരത്ത് അവളോട് ചോദിച്ചു, മുൻപ് ഫോൺ വിളിച്ചത് ആരാണെന്നാ പറഞ്ഞത്? ഹരിതയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. രവിയങ്കിൾ, രവിശങ്കർ എന്ന മുഴുവൻ പേര്. എന്താ ശരത്തേട്ട? വെറുതെ ചോദിച്ചതാ. ശരത്ചന്ദ്രൻ അവളുടെ വയറിനു മീതെ മൃദുവായി തടവിക്കൊണ്ട് കിടന്നു. പിന്നെ എപ്പോഴോ ആ കൈപ്പത്തി വയറിനു മീതെ നിശ്ചലമായി. അവളുടെ ഉദരത്തിനുള്ളിൽ കുഞ്ഞ് ഒരസ്വസ്ഥത കൊണ്ടെന്ന പോലെ ഇളകുന്നുണ്ടായിരുന്നു. ഹരിത മെല്ലെ ശരത്ചന്ദ്രൻ്റെ കൈത്തലം വയറിനു മീതെ നിന്ന് എടുത്തു മാറ്റി. ഹരിത ഫോണെടുത്ത് അതിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ചു. രവിശങ്കർ മുൻപ് വിളിച്ച കോളിൻ്റെ ദൈർഘ്യം നോക്കി. ആ കോൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ബാത്റൂമിൽ വെച്ച് വിളിച്ചത് മാത്രമേ കളഞ്ഞുള്ളൂ. ഇനിയും വിളിക്കുമോ രവിശങ്കർ? തൻ്റെ ഭാവി ജീവിതം ഒരു ഭീഷണിയുടെ നിഴലിലാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. രവിശങ്കർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ ആയിരിക്കും. മുട്ടുസൂചി മുനകൊണ്ട് ഒരു നീർക്കുമുള കുത്തിപ്പൊട്ടിക്കുന്നത്ര ലാഘവത്വത്തോടെ രവിശങ്കറിന് തൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ സാധിക്കും. അത്രയ്ക്കൊരു ക്രൂരതയൊന്നും രവിശങ്കറിന് ഇല്ല എന്ന് അവൾ സമാധാനിക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ താൻ പ്രാണനേക്കാൾ അധികം സ്നേഹിച്ചിരുന്ന മനുഷ്യനാണ്. നീ മരിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് രവിയേട്ടൻ പറഞ്ഞാൽ ആ സന്തോഷത്തിനായി മരിക്കാൻ കൂടി താൻ സന്നദ്ധയായിരുന്നു. അത് രവിയേട്ടനും അറിയാമായിരുന്നു. ആത്മസമർപ്പണം നടത്തിയ സ്നേഹമായിരുന്നു അത്. രവിയേട്ടനില്ലാതെ, ആ ശ്വാസവും ഗന്ധവും ഏൽക്കാതെ, ആ സാമീപ്യത്തിൻ്റെ സുരക്ഷിതത്വം നുകരാതെ, ആ സ്നേഹത്തിൻ്റെ നിർവൃതി നുണയാതെ ജീവിതമില്ലെന്ന് വിചാരിച്ചിരുന്ന താൻ ഇന്ന് ആ മനുഷ്യനെ ഭയപ്പെടുന്നു. ആ രൂപം സങ്കല്പിക്കാൻ പോലും അറയ്ക്കുന്നു. ഗാനധാര പോലെ ഇമ്പം മാർന്നിരുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ കോരിത്തെരിപ്പിൻ്റെ സ്ഥാനത്ത് വിറയലും ഭീതിയും. അത്രയൊക്കെ സ്നേഹിച്ചയാൾ ദ്രോഹിക്കുമോ? അതിന് മനസ്സ് വരുമോ? താൻ ഒരു ഉപദ്രവവും ചെയ്തില്ലല്ലോ. സ്നേഹത്തിൻ്റെ ചൂടിൽ സ്വന്തം ഹൃദയം കൂടി അടിയറ വയ്ക്കുകയല്ലേ ചെയ്തുള്ളൂ. ഈശ്വര, രവിയങ്കിളിന് തന്നെ ഉപദ്രവിക്കാനുള്ള തോന്നലുണ്ടാവല്ലേ. അങ്ങനെ മൂകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിത കിടന്നു. പിറ്റേന്ന് രാവിലെ ശരത്ചന്ദ്രൻ തിരിച്ചു പോകാനൊരുങ്ങി. അയാൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഹരിതയ്ക്ക് വേവലാതി തുടങ്ങിയിരുന്നു. മുറിയിൽ വെച്ച് അയാൾ അവളെ ആശ്ലേഷിച്ച് സമാധാനിപ്പിച്ചു. നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാനിവിടെ എത്തിയിരിക്കും. വെറുതെ തോന്നുമ്പോഴല്ല, ഞാൻ അടുത്തു വേണമെന്ന് അത്രയ്ക്ക് അത്യാവശ്യമുള്ളപ്പോൾ. കരഞ്ഞു പിഴിഞ്ഞാണ് ഹരിത അയാളെ യാത്രയാക്കാൻ മുറിവിട്ടിറങ്ങിയത്. കോണിപ്പടി ഇറങ്ങുമ്പോൾ ശരത് അവളെ ശ്രദ്ധയോടെ താങ്ങിപ്പിടിച്ച് താഴെ എത്തിച്ചു. ഹരിത കോണിപ്പടി ചുവട്ടിൽ തന്നെ നിന്നു. ഞാൻ ആ ഹോം നേഴ്സിനോട് പറയട്ടെ. ശരത്ചന്ദ്രൻ നിവിയ മോളുടെ മുറിയിലേക്ക് ചെന്നു. അനിത നിവിയ മോളുടെ മുടി ഒതുക്കുകയായിരുന്നു. ശരത്ചന്ദ്രൻ വാതിൽക്കൽ നിന്ന് ചുമച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. മെല്ലെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ശരത്ചന്ദ്രൻ അകത്തേക്ക് കടന്നു വന്നു. കുട്ടിയെ കാണാനാണെന്ന് കരുതി അനിത ചുമരോട് ചേർന്ന് ഒതുങ്ങി നിന്നു. കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ശരത്ചന്ദ്രൻ ഭംഗിവാക്കുന്ന പോലെ ചോദിച്ചു. നല്ല മാറ്റം കാണാനുണ്ട്. ഞാനിന്ന് തിരിച്ചു പോവുകയാ. ഹരിതയുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടിപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാ. ആരുമില്ലെന്ന് അവൾ പറഞ്ഞോ? ഞാനുണ്ടല്ലോ. ഹരിത പറഞ്ഞു. ആൻറ്റി അവളെ നന്നായിട്ടാണ് നോക്കുന്നതെന്ന്. അതെനിക്കൊരു വലിയ സമാധാനമാ. ഇവിടുത്തെ ശമ്പളം കണക്കാക്കണ്ട. ഹരിതയ്ക്ക് കൊടുക്കുന്ന സർവീസിന് ഞാനൊരു ശമ്പളം തരാം.
കാരണം അടുത്ത 3-4 മാസം അവൾക്ക് ആരുടെയെങ്കിലും സഹായം കൂടിയേ കഴിയൂ. ശമ്പളം കൊടുത്തിട്ടാണെങ്കിൽ വേറെ ആളെ വയ്ക്കുന്നതായിരിക്കും സാറിന് ലാഭം. കാരണം ഫുൾ ടൈം കെയർ കിട്ടുമല്ലോ അവൾക്ക്. അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ശമ്പളം പ്രതീക്ഷിച്ചല്ല ഞാനിതൊക്കെ ചെയ്യുന്നേ. അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഇല്ലാത്തതാ എനിക്കിഷ്ടം. ഓക്കെ, നല്ല പോലെ ശ്രദ്ധിച്ചേക്കണേ. എൻ്റെ ആങ്സൈറ്റി കൊണ്ട് പറഞ്ഞതാ. ശരി, പോവാ. ശരത്ചന്ദ്രൻ മുറിവിട്ടിറങ്ങി. ഹരിത കോണിപ്പടി ചുവട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പറഞ്ഞോ ആൻറ്റിയോട്? അവൾ ചോദിച്ചു. പറഞ്ഞു. ഇത്തിരി ബോൾഡാണല്ലോ കക്ഷി. തുടക്കം മുതലേ അങ്ങനെയാ. അവർക്ക് പൈസയല്ല പരിഗണനയെ വേണ്ടതെന്ന് തോന്നുന്നു. ആയിരിക്കും. അവർ ഹരിലാലിൻ്റെ റൂമിന് നേർക്ക് നീങ്ങി. ഹരിലാൽ പത്രം വായിക്കുന്നതേയുള്ളൂ. ഇത്ര രാവിലെ പോവാണോ? ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ? ഹരിലാൽ ചോദിച്ചു. പോണം. ബെഡ് കോഫി കഴിച്ചു. മതി. ശരി, എന്നാ അങ്ങനെയാവട്ടെ. ജോലിക്ക് കയറുന്നതിന് മുമ്പ് വിളിക്കാം. സിറ്റൗട്ടിൽ വരെ ഹരിലാൽ ചെന്നു. ഹരിത കാറിനരികെ ചെന്നു. ശരത്ചന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞും അവൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി ഡോറിൽ പിടിവിടാതെ അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വിളിക്കണം. രാത്രി ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പകൽ ഡ്യൂട്ടിക്കിടയിൽ ഞാൻ ശല്യപ്പെടുത്തില്ല. ഓക്കെ, പോട്ടെ. അവളുടെ വിരലുകളിൽ നിന്ന് തൻ്റെ വിരലുകൾ വിടുവിച്ച് അയാൾ യാത്രയായി. ഹരിത കാർ പോയതിനു പിന്നാലെ ഗേറ്റ് വരെ ചെന്നു. അവിടെയും കുറേ സമയം നോക്കി നിന്നു. ഉച്ചമയക്കത്തിലായിരുന്നു അനിത. ഡോർബെൽ കേട്ട് മയക്കം വിട്ട് അവൾ എഴുന്നേറ്റ് നിവ്യമോളെ നോക്കി. കൺപോളകൾക്കുള്ളിൽ കൃഷ്ണമണികൾ ചലിക്കുന്നുണ്ട്. അനിത എഴുന്നേറ്റ് ഹാളിൽ പോയി. അവിടെ നിന്നുകൊണ്ട് ജനൽപ്പാളിയിലൂടെ നോക്കി. സിറ്റൗട്ടിൽ രവിശങ്കർ നിൽക്കുന്നത് കണ്ട് അനിത സ്തബ്ധയായി. വാതിൽ തുറക്കണോ വേണ്ടയോ എന്ന് അനിത സംശയിച്ചു. ഹരിത മുകളിലെ മുറിയിലുണ്ട്. നീതയുമുണ്ട്. വേണമെങ്കിൽ തുറക്കാതിരിക്കാം. അപ്പോഴേക്കും വീണ്ടും ഡോർബെൽ മുഴങ്ങി. അധ്യായം 28. വാതിൽ തുറക്കുന്നില്ലെന്ന് നിശ്ചയിച്ച് പിന്തിരിയാൻ ഭാവിക്കുകയായിരുന്നു അനിത. അപ്പോഴാണ് നീത മുകളിൽ ലോബിയുടെ ഇങ്ങേയറ്റത്ത് വന്നു നിന്നുകൊണ്ട് ചോദിച്ചത്. ആരാ ആൻറ്റി കോളിംഗ് ബെൽ അടിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അനിത കള്ളം പറഞ്ഞു. വാതിൽ തുറന്നു നോക്കായിരുന്നില്ലേ? ഞാൻ ഒറ്റയ്ക്കല്ലേ താഴെ? വല്ല കള്ളന്മാരും ആണെങ്കിലോന്ന് പേടിച്ച. അപ്പോഴേക്കും ഡോർബെൽ ഒരു തവണ കൂടി ശബ്ദിച്ചു. ധൈര്യമായിട്ട് തുറന്നു ആൻറ്റി, ഞാനുണ്ടല്ലോ ഇവിടെ. തുറക്കാതെ ഗത്യന്തരമില്ലെന്നായി അനിതയ്ക്ക്. അവൾ ചെന്ന് ബോൾട്ട് എടുത്തു. വാതിൽ തുറന്നു. രവിശങ്കർ അവളെ തുറച്ചു നോക്കി. എത്ര പ്രാവശ്യം ബെല്ലടിച്ചു? ഇതെന്താ വാതിൽ തുറക്കാൻ ഇത്ര താമസം? അയാളുടെ സ്വരത്തിൽ നീരസം കലർന്നു. വാതിൽ തുറക്കേണ്ടത് ഞാനല്ല. അതേ സ്വരത്തിൽ അനിത മറുപടി പറഞ്ഞു. നിങ്ങളിവിടുത്തെ ഹോം നേഴ്സല്ലേ? അതെ. പിന്നെന്താ വാതിൽ തുറന്നാൽ? അതെൻ്റെ ജോലിയല്ല. സ്റ്റുപ്പിഡ്, നോൺസെൻസ്. രവിശങ്കർ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ ഭാവിച്ചു. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. തുറന്ന വാതിൽ പാതി അടച്ചുപിടിച്ച് അനിത വീറോടെ പറഞ്ഞു. ഞാൻ ഇതിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ടായിരിക്കും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ഇവിടിപ്പോൾ സ്ത്രീകൾ മാത്രമേയുള്ളൂ. ഞാൻ ആരാണെന്നും എന്താണെന്നും ഇവിടുള്ള സ്ത്രീകളോട് പറഞ്ഞോളാം. അതുപോരാ, ഞാൻ വാതിൽ തുറന്നു തരണമെങ്കിൽ എന്നോട് പറയണം നിങ്ങൾ ആരാണെന്ന്. അനിത വിട്ടുകൊടുക്കാതെ പറഞ്ഞു. രവിശങ്കർ അവളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കി. എൻ്റെ പേര് രവിശങ്കർ. മിസ്റ്റർ ഹരിലാലിൻ്റെ റിലേറ്റീവാണ്. ഇതാദ്യമേ പറഞ്ഞാൽ പോരെ? അനിത വാതിൽ മുഴുവനായും തുറന്നിട്ട് എന്നിട്ട് തിരിഞ്ഞ് ലോബിയിലേക്ക് നോക്കി. നീതമോളെ, രവിശങ്കർ വന്നിരിക്കുന്നു. നീത മുകളിൽ നിന്ന് വിളിച്ചു. ഹായ് രവിയങ്കിൾ. രവിശങ്കർ ഒന്നറച്ചു. നീത വീട്ടിലുണ്ടാവില്ലെന്നാണ് അയാൾ കരുതിയിരുന്നതെന്ന് അനിതയ്ക്ക് തോന്നി. വെൽക്കം രവിയങ്കിൾ, കമോൺ. എന്താ അവിടെ നിന്ന് കളഞ്ഞേ? നീത ക്ഷണിച്ചപ്പോൾ അയാൾക്ക് സ്വീകരിക്കുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. രവിശങ്കർ ഹാളിലേക്ക് ചെന്നു. നീത കോണിപ്പടി ഇറങ്ങി താഴെയെത്തി. രവിശങ്കറിന് ഷെയ്ക്ക് ഹാൻഡ് നൽകിയിട്ട് അവൾ തിരക്കി. ഹരിതേച്ചിയെ കാണാൻ വന്നതാ? ഏയ്, അങ്ങനെ ഉദ്ദേശിച്ചല്ല. എല്ലാവരെയും കണ്ടിട്ട് കുറേ കാലമായല്ലോ. ഇവിടിപ്പോൾ എല്ലാവരെയും കാണാൻ ആരാ ഉള്ളത്? അച്ഛൻ ബാങ്കിൽ, ഞാൻ കോളേജിൽ. പിന്നെ ചേച്ചിയല്ലേ ഈ സമയത്ത് ഇവിടുള്ളൂ. നീതയുണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവേണ്ടതല്ലല്ലോ. ഓക്കെ, പക്ഷെ ഞാനതേപ്പറ്റി അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. അങ്കിളിന് ചായയോ ജ്യൂസോ എന്തെങ്കിലും വേണോ കുടിക്കാൻ? സുശീലയോട് പറയാം. ഏയ്, ഒന്നും വേണ്ട. ഹരിത എവിടെ? ഹരിതേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലേ ഉണ്ടാവൂ? നീത ചിരിച്ചു. ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. തിരുവല്ലേന്നാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ദീപചേച്ചിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അനിത അല്പം മാറി തൻ്റെ മുറിയുടെ വാതിലിനരികിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ചേച്ചി, ഹരിതേച്ചി. നീത താഴെ നിന്ന് മുകളിലേക്ക് ഉറക്കെ വിളിച്ചു. ഒന്നിങ്ങോട്ട് ചെവി വട്ടം പിടിക്കണേ, ചേച്ചിക്കൊരു ഗസ്റ്റുണ്ട്. നീ ഇങ്ങനെ ഒച്ചയെടുത്ത് വിളിക്കണ്ട.
ഞാൻ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം, രവിശങ്കർ മുൻ പരിചയത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു. അയാൾ കോണിപ്പടി ചുവട്ടിലേക്ക് നീങ്ങി. അനിത എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. നീത വിളിച്ചത് കേട്ട് ഹരിത ലോബിയിലേക്ക് മെല്ലെ വരുന്നുണ്ടായിരുന്നു. രവിശങ്കറെ കണ്ടതും അവൾ നടുക്കമറ്റ പോലെ നിന്നുപോയി. ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അവളുടെ പേടി സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. സ്റ്റെയർ കേസ് കയറുന്നതിനിടയിൽ രവിശങ്കർ ഹരിതയെ കണ്ടു. ഒരു നിമിഷം നിന്നു, പിന്നെ ചിരിച്ച് കൈ ഉയർത്തി കാണിച്ചു. ബാക്കി പടികളും കൂടി കയറി. ഹരിതയ്ക്ക് ഇത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. രവിശങ്കർ കയറി വരികയാണ്. അയാൾ കൈ ഉയർത്തി കാണിച്ച രീതി തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. വെറുമൊരു പരിചയക്കാരിയെ കണ്ടുമുട്ടിയ ലാഘവത്തോടെ. താൻ കടന്നുപോകുന്ന അഗ്നിപരീക്ഷകളെപ്പറ്റി അറിയാഞ്ഞിട്ടാണോ? നെഞ്ചുപൊട്ടി നിലവിളിച്ച് പറഞ്ഞതാണ്, ഉപദ്രവിക്കല്ലേ, തൻ്റെ ജീവിതം തകർക്കല്ലേ എന്ന്. അയാളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്തുമാത്രം വേദനകൾ അനുഭവിച്ചു. അതിൻ്റെ പേരിൽ എത്രയധികം മനസ്സുരുകി. സ്തംഭിച്ചു പോയതുപോലുള്ള പ്രാണപ്പിടച്ചിലൂടെ എത്രമാത്രം കരഞ്ഞു. അയാൾ ഇടത് കൈത്തലം ഉയർത്തിക്കാട്ടി ഒരു ഹായ് എന്ന ആംഗ്യം കൊണ്ട് അതിനെയെല്ലാം അവഹേളിച്ചതുപോലെയാണ് ഹരിതയ്ക്ക് തോന്നിയത്. രവിശങ്കർ ഹരിതയുടെ മുന്നിലേക്ക് ചെന്ന് കൈ നീട്ടി. ഹരിത അയാളുടെ കണ്ണിലേക്കുള്ള ആദ്യത്തെ തുറച്ചുനോട്ടത്തിൽ തന്നെ കല്ലായി പോയ പോലെ അനക്കമറ്റ് നിന്നു. കൈകാലുകളും തലയും ഉടലും 6 അടി നീളവുമുള്ള ഈ ശരീരത്തെയാണോ താൻ സ്നേഹിച്ചിരുന്നത്? അതോ ഇതിനുള്ളിലുണ്ടെന്ന് താൻ വിശ്വസിച്ചിരുന്ന പ്രേമസുരഭിലമായ മനസ്സിനെയാണോ എന്ന് ഇപ്പോൾ ഹരിതയ്ക്ക് സംശയമായി. ശരീരത്തോടാണെങ്കിൽ അതിപ്പോൾ പൊള്ളയാണ്. മനസ്സിനെയാണെങ്കിൽ അത് ഇയാളുടെ നെഞ്ചിൻകൂടിനുള്ളിൽ നിന്ന് പറന്നുപോയി കളഞ്ഞിരിക്കുന്നു. നീ എന്താ എന്നെ മനസ്സിലാകാത്ത പോലെ? രവിശങ്കറിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. രവിയങ്കിളിന് എന്നെയാ മനസ്സിലാകാത്തത്? ഹരിത പിറുപിറുത്തു. നമുക്കിടയിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായി. 7-8 മാസത്തെ അകലം. അത് പരിഹരിക്കാവുന്നതേയുള്ളൂ. പറഞ്ഞാൽ തീരാത്ത ഒരു വഴക്കും നമ്മൾ തമ്മിലില്ല, രവിശങ്കർ പറഞ്ഞു. പറഞ്ഞു തീർക്കേണ്ട വഴക്കുമില്ല, ഹരിത കൂട്ടിച്ചേർത്തു. നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് സംസാരിക്കാം. എല്ലാവർക്കും കേൾക്കാവുന്ന കാര്യങ്ങളല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞതൊന്നും കേട്ടില്ലായിരുന്നോ? ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എത്രയാണെന്ന് പറഞ്ഞു തന്നില്ലായിരുന്നോ? പിന്നെ എന്തിനാ വന്നേ? എന്നെ കൊല്ലാനാണോ? ഹരിത ഇപ്പോൾ വാവിട്ട് കരഞ്ഞേക്കുമെന്ന് രവിശങ്കർ ഭയന്നു. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. പ്ലീസ്, ഇതൊന്ന് കേട്ടാൽ മതി. എന്തിനാ ടെമ്പർ ലൂസാവുന്നേ? ഞാൻ ശത്രുവൊന്നുമല്ല. നമ്മൾ ഒരേ കക്ഷിയാണ്. നമുക്ക് സംസാരിച്ചേ പറ്റൂ. അല്ലാതെ ഇതിനൊരു സൊല്യൂഷനുണ്ടോ? ഹരിത നെറ്റിയിൽ കൈത്തലം അമർത്തിപ്പിടിച്ചുകൊണ്ട് മുറിയുടെ നേർക്ക് നടന്നു. അവൾ വയർ താങ്ങിക്കൊണ്ടു പോകുന്നത് നോക്കി രവിശങ്കർ നിമിഷങ്ങളോളം നിന്നു. പിന്നെ അവളെ പിൻചെന്നു. 2 പേരും ലോബിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നീതയും അനിതയും മുഖത്തോട് മുഖം നോക്കി. പ്രശ്നമാണല്ലേ? നീത അനിതയോട് ചോദിച്ചു. നീ എന്തിനാ ഹരിതയെ വിളിച്ചിറക്കി അയാളുടെ മുന്നിലെത്തിച്ചത്? എല്ലാം നിനക്കറിയാവുന്നതല്ലേ. ചേച്ചിയെ കാണാൻ വേണ്ടിയല്ലേ രവിയങ്കിൾ വന്നത്? അതും ബാംഗ്ലൂരിന്ന്. കാണാതെ പോവൂ ആൻറ്റി. അവളിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ വന്നേ? അയാളെ താഴെ ഇരുത്തിയിട്ട് ഹരിതയോട് ചെന്ന് വിവരം പറഞ്ഞാൽ മതിയായിരുന്നു. അവൾക്ക് കാണാൻ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞാൽ അയാൾക്ക് കാണാൻ പറ്റുമോ? ഹരിതേച്ചിക്ക് അങ്ങനൊന്നും പറയാൻ പറ്റില്ല ആൻറ്റി. അവർ തമ്മിൽ വലിയ അഫെയർ അല്ലായിരുന്നോ? ആൻറ്റിയല്ലേ അത് പൊളിച്ചത്. നിന്നോടാര് പറഞ്ഞു ഞാനാണെന്ന്? അനിത അമ്പരപ്പിൽ അവളെ നോക്കി. എൻ്റെ ഒരു ഊഹമാ. എനിക്കങ്ങനെ തോന്നി. എൻ്റെ പിറകിലും നിഴല് പോലെ ഉണ്ടായിരുന്നല്ലോ. അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം. ദീപചേച്ചിയാ അതിനൊരു തടയിട്ടത്. ഹരിതയുടെ കല്യാണവും കഴിഞ്ഞു. അയാൾക്കാണെങ്കിൽ ഭാര്യയും മക്കളുമുണ്ട്. പിന്നെന്തിന് അയാൾ വീണ്ടും അവളുടെ മനസ്സമാധാനം കെടുത്താൻ വരുന്നു? ഹരിതേച്ചിക്ക് പറയാലോ ഇനി കാണാൻ വരരുതെന്ന്, സംസാരിക്കാൻ ഒന്നുമില്ലെന്ന്. അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കുന്നതാ ആൻറ്റി നല്ലത്. എനിക്ക് തോന്നുന്നത് അയാൾ ഉപദ്രവിക്കാൻ വന്നതാണെന്നാ. ചിലപ്പോൾ രവിയങ്കിളിന് മറക്കാൻ പറ്റുന്നില്ലായിരിക്കും. അത്ര ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നല്ലോ. ഹരിതേച്ചി അയാൾക്ക് വേണ്ടി മരിച്ചേനെ. അതൊക്കെ രവിയങ്കിളിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നിനക്കെന്തറിയാം നീതുമോളെ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കറിയാം ആൻറ്റി. ദേ വെയർ സ്ലെപ്റ്റ് ടുഗദർ ഇൻ എ ഹോട്ടൽ റൂം. ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ മൊബൈലിൽ അതിൻ്റെ പടങ്ങളൊക്കെ. കെട്ടിപ്പിടിച്ചതും പിടിക്കാത്തതും മടിയിൽ കിടന്നതും എല്ലാം. ഇപ്പം ഉണ്ടോന്നറിയില്ല. അന്ന് ഞാൻ കണ്ടതാ. ചേച്ചിയുടെ മാരേജിന് മുൻപ് വീഡിയോ ക്ലിപ്സ് പോലും ഉണ്ടായിരുന്നു. അനിത തല മരവിച്ചു പോയതുപോലെ നിന്നു. എനിവേ അതൊരു എക്സെൻട്രിക് ലെവലിലുള്ള റിലേഷൻഷിപ്പായിരുന്നു. അവളത് ശരിക്കും എൻജോയ് ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാ. അവർ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യട്ടെ. ഇതിനു പകരം കാണാതെയും മിണ്ടാതെയും ഇരുന്ന പ്രശ്നം തീരുവോ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ? അനിത വ്യതയോട് ചോദിച്ചു. ഇതൊക്കെ വന്നുപോയില്ലേ?
ഒരു ഡസ്റ്റർ എടുത്ത് മായ്ച്ചു കളയാൻ പറ്റുമോ? എനിക്ക് വേണ്ടി ആൻറ്റി എന്തുമാത്രം ബുദ്ധിമുട്ടി. ഒരാൾ എൻ്റെ കൂടെ നിന്നതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാവുമോ? അതുപോലെ ചേച്ചിയുടെ കാര്യത്തിലും വേണ്ടി വരുമെന്നാ എനിക്ക് തോന്നണേ. നിന്റെ പോലെയാണ് മോളെ അവൾ. ഒറ്റയല്ലല്ലോ, ഒരു ഭർത്താവില്ലേ, ആ വീട്ടുകാരില്ലേ. അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവുകയാ. എല്ലാം നോക്കണ്ടേ? അതിനിടയ്ക്ക് അയാൾ എന്തു കാര്യത്തിന് വന്നു? നീത കൈ മലർത്തിക്കാട്ടി. അവൾക്കറിയില്ല. മുകളിലേക്ക് പോകുമ്പം നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അയാൾ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോയെന്ന് അറിയണ്ടേ? നീത മെല്ലെ സ്റ്റെയർകേസ് കയറി. ലോബിയിൽ ഹരിതയുടെ മുറിക്കപ്പുറത്ത് റെയിലിങ്ങിൽ കൈകളൂന്നി താഴേക്ക് നോക്കിക്കൊണ്ട് അവൾ മുറിയിലേക്ക് കാതുകൂർപ്പിച്ചു. അകത്തെ സംഭാഷണമൊന്നും പുറത്തു കേൾക്കാനില്ലായിരുന്നു. ഹരിത പൂർണ്ണ ഗർഭിണിയായതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും വാതിലടച്ച് അകത്തിരിക്കാൻ കഴിയുന്നതെന്ന് നീത ഓർത്തു. ഇല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച ഒരു അവിഹിത വേഴ്ചയായി തെറ്റായോ ശരിയായോ വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. അടഞ്ഞ വാതിലിനപ്പുറം ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുമുണ്ടാകാം. മുറിക്കുള്ളിൽ ഇനിയൊന്നും സംസാരിക്കാനില്ലാത്ത പോലെ നിൽക്കുകയായിരുന്നു ഹരിതയും രവിശങ്കറും. നിന്ന് കാൽ കടഞ്ഞിട്ട് ഹരിത ബെഡിന് മീതെ ഇരുന്നു. ഹരിതേ, രവിശങ്കർ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ വിളിച്ചു. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെക്കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ എഴുതി വെച്ചിട്ടേ മരിക്കൂ. നിങ്ങളാണ് അതിനുത്തരവാദിയെന്ന്. അവൾ വീറോടെ അയാളിലേക്ക് വിരൽ ചൂണ്ടി. കഷ്ടം, നിനക്കെങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? നീ എന്തുമാത്രം എന്നെ സ്നേഹിച്ചിരുന്നെന്ന് നിനക്കറിയോ? ഞാനില്ലാതെ ഈ ഭൂമിയിൽ ജീവിതമില്ലെന്ന് പറഞ്ഞിരുന്നവളാ നീ. ഈ ലോകത്ത് ഞാനല്ലാതെ ഒരു പുരുഷനും നിന്റെ ദേഹത്ത് സ്പർശിക്കാൻ സമ്മതിക്കില്ലെന്ന് എൻ്റെ മുന്നിൽ പ്രതിജ്ഞയെടുത്തവളല്ലേ നീ. ഞാൻ കൈവിട്ടാൽ ആ നിമിഷം ജീവൻ വെടിയുമെന്ന് ആണയിട്ടവളല്ലേ നീ. എല്ലാം നീ മറന്നോ? ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അത്രമാത്രം നിങ്ങളെ ഞാൻ സ്നേഹിച്ചത് തന്നെയാ. എനിക്ക് ആ സ്നേഹത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളെപ്പോ വിളിച്ചാലും ഏതു നരകത്തിലേക്കും കൂടെ വരാൻ ഞാൻ തയ്യാറായിരുന്നു. ജീവൻ കിടക്കാൻ ഒരു നേരത്തെ ആഹാരവും തൊണ്ട നനയ്ക്കാൻ ഇത്തിരി വെള്ളവും തന്ന ഒരു പട്ടിക്കുഞ്ഞിനെപ്പോലെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ ചുരുണ്ടു കിടന്നോളാം ജീവിതകാലം മുഴുവനെന്ന് പറയുക മാത്രമല്ല, സന്തോഷത്തോടെ ഞാനതിന് സന്നദ്ധയുമായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തുപറ്റി? അതാണെൻ്റെ ചോദ്യം. ഒരാണിൻ്റെ തൻ്റെ ഇടം നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചില്ല. എന്നെ വിളിച്ചോണ്ട് പോണായിരുന്നു. കൊണ്ടുപോയോ? ഇല്ല. അപ്പോൾ ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ജോലി, അഭിമാനം, അങ്ങനെ 100 കൂട്ടം തടസ്സങ്ങൾ. എല്ലാ അന്തസ്സും കടമയും കടപ്പാടും പാലിച്ചിട്ട് നോക്കിയപ്പോൾ മിച്ചം വന്നത് ഞാൻ മാത്രം. അതുകൊണ്ട് എന്നെ കൈവിട്ടു. വേറെ കല്യാണം കഴിച്ച് ജീവിച്ചോളാൻ കാശ് ചെലവില്ലാത്ത ഒരു ഉപദേശവും തന്നു. ഒക്കെ ഞാൻ സ്വീകരിച്ചു, എൻ്റെ വിധിയെന്ന് കരുതി. അത് അപ്പോഴത്തെ സാഹചര്യം. ഇപ്പോൾ നമുക്ക് ആ വിധി തിരുത്താം. അന്നത്തെ ഞാനും നീയും തന്നെ. ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസമുണ്ട്. അന്നത്തെ ഞാനല്ല ഈ ഞാൻ. ഞാനൊരാളിൻ്റെ ഭാര്യയാ, വേറൊരു കുടുംബത്തിലെ അംഗമാ. ഹരിത എഴുന്നേറ്റ് നിന്ന് തർക്കിച്ചു. ഞാനും ഒരു ഭർത്താവാ. ഞാൻ നിന്നെ സ്നേഹിക്കുമ്പം എനിക്കും ഭാര്യയുണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു. ആ എന്നെയാ നീ സ്നേഹിച്ചത്, അല്ലാതെ സ്വതന്ത്രനായി നടന്ന എന്നെയല്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സാധിക്കും. നിങ്ങളുടെ ലോകമ്മ. നിങ്ങൾക്ക് എന്തു ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള ലോകം. നിങ്ങൾക്ക് ഒന്നും പേടിക്കാനുമില്ല. നിന്റെ മനസ്സമ്മതത്തോടെയല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. നിന്റെ അനുവാദത്തോടെയല്ലേ നിന്റെ ദേഹത്ത് തൊട്ടിട്ടുള്ളൂ, അല്ലേ? ഞാൻ എന്തെങ്കിലും ദുസ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ടോ? രവിയങ്കിൾ എന്നെ പ്രലോഭിപ്പിച്ചു. അതിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എനിക്ക് നേർവഴി കാട്ടിത്തരേണ്ടയാൾ എന്നെ സെഡ്യൂസ് ചെയ്യുകയായിരുന്നു. 18 19 വയസ്സുള്ള ഒരു പെണ്ണിന് എന്തറിയാം? അവളുടെ മനസ്സിളക്കാൻ കുറച്ച് നർമ്മ സംഭാഷണവും ചിരിയും നോട്ടവും തട്ടലും മുട്ടലും പ്രേരണയും ഒക്കെ മതി. അതുതന്നെയാ രവിയങ്കിളും ചെയ്തേ. അല്ലാതെ ഞാനൊരു ദിവസം മോഹിച്ച് ഓടിവന്ന് മടിയിലേക്ക് വീണതൊന്നുമല്ല. എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയാ എന്നെ പിന്തിരിപ്പിക്കേണ്ട ആളല്ലേ. ആ കഥയൊന്നും നീ പറയണ്ട. മനുഷ്യരെല്ലാവരും ഹരിചന്ദ്രന്മാരൊന്നുമല്ല. ഒരു ഭാര്യയുണ്ടെന്ന് കരുതി മറ്റൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിക്കൂടാന്നില്ല. ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും ഒക്കെ നിലവിലുണ്ടായിരുന്ന രാജ്യമാ ഇത്. വെള്ളരിക്ക പട്ടണമല്ല. ഇപ്പോഴും പല സമുദായങ്ങളിലും അങ്ങനെയൊക്കെയുണ്ട്. നിന്നെ സ്നേഹിച്ചത് ഒരു വലിയ തെറ്റായിപ്പോയെന്ന് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തോന്നാനും പോകുന്നില്ല. ഇനി ഇയാളോട് എന്തു മറുപടി പറയുമെന്നറിയാതെ ഹരിത ഉഴറി. എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്. ദൈവത്തെ ഓർത്ത് ഞാൻ എങ്ങനെയും ജീവിച്ചു പോട്ടെ. എനിക്ക് നിങ്ങളെ വേണ്ട. പിന്നെന്തിനാ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നേ? എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. നീ അങ്ങനെ പതിവ്രത ചമയല്ലേ ഹരിതേ. അത് ഞാൻ സമ്മതിക്കില്ല. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എൻ്റേതാണ്.
ഞാൻ നിർബന്ധിച്ച് കെട്ടിയേൽപ്പിച്ചതല്ല. നീ ചോദിച്ചു വാങ്ങിയതാ. അതെൻ്റെ കുഞ്ഞായിട്ട് തന്നെ വളരണം. നീ അയാളുടെ കൂടെ 6-7 മാസം കിടക്ക പഴങ്കിട്ടതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് നിന്നെ വേണം. നീ പ്രസവിക്കുന്ന എൻ്റെ കുഞ്ഞിനെ വേണം. എന്നെ കൊന്നേ അടങ്ങൂ, അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇതെന്തൊരു ജീവിതമാ ഹരിതേ. ആജീവനാന്തം ഒരു പുരുഷനെ വഞ്ചിച്ചുകൊണ്ട് അവൻ്റെ ഭാര്യയായിട്ടിരിക്കുക, അവൻ്റെ ചെലവിൽ മറ്റൊരുത്തിൻ്റെ കുഞ്ഞിനെ വളർത്തുക, അവൻ്റെ സ്നേഹവും ലാളനയും വസ്തുവകകളും എൻ്റെ കുഞ്ഞിന് കൊടുപ്പിക്കുക. ആത്മവഞ്ചനയല്ലേ അത്? നീ എൻ്റെ കൂടെ വാ, നമുക്ക് ആ കുഞ്ഞിനെ സ്നേഹിച്ചു വളർത്താം. എനിക്ക് വേണ്ട, എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട. അത് മരിച്ചു പിറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും ഞാൻ. അതിനെ ഞാൻ വെറുക്കുന്ന പോലെ വിഷപ്പാമ്പിനെ പോലും ഞാൻ വെറുത്തിട്ടില്ല. ഹരിത കിതച്ചുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. ഇരുകൈയും തലയിൽ വെച്ച് കുനിഞ്ഞു പൊട്ടിക്കരഞ്ഞു. രവിശങ്കർ അവളെ തന്നെ നോക്കി അല്പസമയം നിന്നു. പിന്നെ തിരിഞ്ഞ് വാതിൽ തുറന്നു. അധ്യായം 29. അനിത വാതിലിനപ്പുറം നിൽക്കുന്നത് കണ്ട് രവിശങ്കർ ഒരു നിമിഷം സ്തംഭിച്ചു. പിന്നെ അവജ്ഞയുടെ മുഖാവരണം ധരിച്ച് അയാൾ അവരെ അടിമുടി നോക്കി. പൂച്ചയ്ക്കെന്ത് പൊന്നുരുക്കുന്നിടത്ത് കാര്യം. അനിത ഒരു വശത്തേക്ക് മാറി നിന്നു. അകത്തെ കാഴ്ച അയാളുടെ വലിയ ശരീരം മറയ്ക്കുന്നുണ്ടായിരുന്നു. ഹരിത കിടക്കയിൽ 2 കൈയും തലയിൽ വെച്ച് കുനിഞ്ഞിരുന്ന് കരയുന്നത് അനിത കണ്ടു. ഒന്ന് മാറിത്തന്ന എനിക്ക് അകത്തോട്ട് കയറാമായിരുന്നു. അനിത നീരസത്തിൽ രവിശങ്കറിനെ നോക്കി. ഞങ്ങൾ സംസാരിച്ചു തീർന്നിട്ടില്ല, തീരുമ്പം പറയാം, രവിശങ്കർ പുച്ഛസ്വരത്തിൽ പറഞ്ഞു. ഹരിതമോൾ കരയാണല്ലോ. അവൾക്ക് എന്തു പറ്റി? അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. മനുഷ്യർ കരയുന്നതിന് പല കാരണങ്ങളുണ്ട്. അതെ, അതെന്താണെന്ന് എനിക്കറിയണ്ടേ? ഞാനാണ് അവളെ നോക്കുന്നത്. അനക്കമില്ലാതെ രവിശങ്കർ നിന്നിടത്തു തന്നെ നിന്നു. മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കണം. ഞാൻ അവളോട് ചോദിക്കട്ടെ, എന്താ കാര്യന്ന്? അവളിപ്പോൾ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ ആരാ എന്നോട് മാറി നിൽക്കാൻ പറയാൻ? വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി. എന്നോട് കൽപ്പിക്കാൻ വരണ്ട. രവിശങ്കർ ക്രുദ്ധനായി. ഞാൻ കാരണമ്മ അവൾ കരയുന്നേ. അവളെ കരയിപ്പിക്കാൻ തക്ക കാരണങ്ങളും എൻ്റെ കയ്യിലുണ്ട്. എന്തു ചെയ്യാൻ പറ്റും നിനക്ക്? അനിതയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അറിയാം, കയ്യിലൊന്നുമില്ലാതെ നീ ഈ വീട്ടിൽ കാലുകുത്താൻ ധൈര്യപ്പെടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്നത്തെ കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ? അനിതയുടെ നീ എന്ന സംബോധന അയാളെ ചൊടിപ്പിച്ചു. എന്നെ നീയെന്ന് വിളിക്കാൻ നീ ആരാ? ഞാൻ ആരാണെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? ഹരിതമോളെ നോക്കുന്നത് ഞാനാ. പിന്നെ നിന്നേക്കാൾ പ്രായം കൂടിയ എന്നെ നീയെന്ന് വിളിച്ചതുകൊണ്ടാണ് എന്നേക്കാൾ പ്രായം കുറഞ്ഞ നിന്നെ നീയെന്ന് ഞാൻ വിളിച്ചത്. ബഹുമാനം ഒരു വശത്തോട്ട് മാത്രം പോരല്ലോ. രവിശങ്കർ കുപിതനായി അവളോട് ഗർജിച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. നീ പോയി നിന്റെ പണി നോക്ക്. അയാൾ തിരികെ അകത്തേക്ക് കടന്നു വാതിലടച്ചു. അനിത ഉടൻ വാതിലിൽ തട്ടി വിളിച്ചു. വാതിൽ തുറക്ക് ഹരിതേ, വാതിൽ തുറക്ക്. അനിത ഇടതടവില്ലാതെ വാതിലിൽ ഇടിച്ചുകൊണ്ട് ചീറി വിളിച്ചു. ബഹളം വെച്ച് ഞാൻ ആളെ വിളിച്ചുകൂട്ടും. മര്യാദയ്ക്ക് വാതിൽ തുറക്ക്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറക്കപ്പെട്ടു. അനിത കിതച്ചുകൊണ്ട് ഹരിതയെയും രവിശങ്കറെയും മാറി മാറി നോക്കി. മുന്നോട്ട് നീങ്ങിയിട്ട് കൈയെത്തിച്ച് അനിത രവിശങ്കറിന്റെ ചെകിട്ടത്തടിച്ചു. പോ വെളിയിൽ. ഇനിയും ഞാൻ നിന്റെ ചെകിട്ടത്തടിക്കും. അതിനു മുൻപ് ഇറങ്ങടാ പട്ടി. രവിശങ്കർ ഞെട്ടിത്തെറിച്ച് ഒരു നിമിഷം നിന്നുപോയി. അനിതയുടെ അടുത്ത അടി ഭാഗികമായി തടയാൻ പറ്റിയെങ്കിലും അവളുടെ നഖങ്ങൾ അയാളുടെ കവിളിൽ 2 രക്തരേഖകൾ വരഞ്ഞു. ഇനി ഒരക്ഷരം മിണ്ടരുത് നീ. ഇറങ്ങ്, നിന്നെ ഞാൻ അടിച്ചിറക്കും. അലമാരയ്ക്കരികെയുള്ള ടീപ്പോയിൽ നിന്ന് അനിത ഫ്ലവർ വേസ് എടുത്ത് അയാളുടെ തലയ്ക്ക് നേരെ ഓങ്ങി. ഇടത് കൈകൊണ്ട് വായ്പൊത്തി അന്തം വിട്ട് നിൽക്കുകയാണ് ഹരിത. രവിശങ്കർ അടിയേൽക്കാത്ത അകലത്തിലേക്ക് പിന്നോക്കം നീങ്ങി. അയാളുടെ മുഖത്തെ പകപ്പ് ഇനിയും മാറിയിട്ടില്ല. അടികിട്ടിയ അപമാനത്തേക്കാൾ അയാളെ ഞെട്ടിച്ചത് ഈ സ്ത്രീക്ക് അടിക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി എന്നതായിരുന്നു. അതിന് പിന്നിലെ സ്വാതന്ത്ര്യവും അധികാരവും മാത്രമല്ല, ധാർമ്മിക രോഷവും ആക്രമണ സന്നദ്ധതയും കൂടി അയാളെ അമ്പരപ്പിച്ചു. വെറുമൊരു ഹോം നേഴ്സിന് ഏതറ്റം വരെ പോകാമെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ട്. എല്ലാം കണ്ടും കേട്ടും സ്വന്തം മുറിയുടെ വാതിലിനു വെളിയിൽ ലോബിയിലേക്ക് കാലെടുത്തു വെച്ച് നിന്ന നീതയ്ക്കും അതുതന്നെയായിരുന്നു അത്ഭുതം. നിന്റെ കാരണങ്ങളൊക്കെ നിന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, ഇവിടെ ചെലവാകില്ല, അനിത തറപ്പിച്ചു പറഞ്ഞു. ഒഴിഞ്ഞു മാറ്റത്തിനിടയിൽ രവിശങ്കർ വാതിലിന് വെളിയിലെത്തിക്കഴിഞ്ഞിരുന്നു. ഇനി നീ ഈ വീട്ടിൽ കയറിപ്പോകരുത്. ഞാനുള്ളപ്പോൾ അത് നടക്കില്ല. പുറത്തു നിന്നോണ്ട് ചെയ്യാവുന്നതൊക്കെ നീ ചെയ്യ്. ഞാനതിന് മറുമരുന്ന് കണ്ടുപിടിച്ചോളാം, അനിത വെല്ലുവിളിക്കും പോലെ പറഞ്ഞു. ഇതിൻ്റെ മറുപടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത്രയും പറഞ്ഞിട്ട് രവിശങ്കർ ലോബിയിലൂടെ ഏതാനും ചുവട് നടന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്നു. ഹരിതേ, നീ കരയാൻ പോണേയുള്ളൂ.
നീയാണ് ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നിട്ട് അയാൾ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് പോയി. നീത അമ്പരപ്പോടെ അനിതയുടെ സമീപത്തേക്ക് വന്നു. ആൻറ്റി, അവൾ കണ്ണുകളിൽ അത്ഭുതം നിറച്ചു വിളിച്ചു. രവിയങ്കിൾ ദീപയപ്പച്ചിയുടെ റിലേറ്റീവാ. അച്ഛനുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാ. രവിയങ്കിൾ ഇവിടെ ഗസ്റ്റായിട്ട് വന്നതല്ലേ? അയാൾ ആരുമായിക്കോട്ടെ, അയാൾ എന്തിന് ഹരിതമോളുടെ മുറിയിൽ കയറി വാതിലടച്ചു? അയാൾ ആദ്യം ഒരു തവണ അതുതന്നെയാ ചെയ്തേ. നമ്മളത് ക്ഷമിച്ചു. അയാൾ വാതിൽ തുറന്നിട്ട് ഞാൻ നോക്കുമ്പം അവൾ ബെഡിലിരുന്ന് കരയുക. അതെന്തിനാണെന്ന് ചോദിച്ചപ്പം തർക്കുത്തരം പറഞ്ഞിട്ട് അയാൾ വീണ്ടും വാതിലടയ്ക്കുന്നു. അയാൾ ആരായാലെന്താ? ദീപയപ്പച്ചിയും അച്ഛനും കൊച്ചച്ഛനുമൊക്കെ ചോദിക്കാൻ വരട്ടെ, ഞാൻ ഉത്തരം പറഞ്ഞോളാം. അനിതയുടെ കൂസലില്ലായ്മ കണ്ട് നീത അന്തം വിട്ടു. അതൊക്കെ ശരിയാ, പക്ഷേ ആൻറ്റിക്ക് എങ്ങനെ തോന്നി രവിയങ്കിളിൻ്റെ ചെകിട്ടത്ത്? അയാൾക്കത് വളരെ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. നീത ഹരിതയെ നോക്കി. അവൾ വീണ്ടും കൈത്തലങ്ങളിൽ മുഖം താങ്ങി കട്ടിലിരുന്നു കഴിഞ്ഞു. മോളെ, ഞാൻ ഹരിതയോട് സംസാരിക്കട്ടെ. അയാൾ എന്തിനാ വന്നെന്ന് അറിയണമല്ലോ. നീത അല്പസമയം കൂടി അവിടെ തന്നെ നിന്നു. അവൾ അനിതയെയും ഹരിതയെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അവർ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അവൾക്കും കേൾക്കണമായിരുന്നു. നീത മോൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഞാൻ മാറിത്തരാം, അനിത പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ഞാൻ പോയി തന്നേക്കാം. നീത നേരിയ പരിഭവത്തോടെ പിൻവലിഞ്ഞു. അനിത കിടക്കക്കരികെ ചെന്നു. ഇനി അയാൾ നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല, നീ പേടിക്കണ്ട, അനിത ഹരിതയോട് സാന്ത്വന സ്വരത്തിൽ പറഞ്ഞു. ഹരിത കലങ്ങിയ മിഴികൾ അനിതയുടെ നേർക്ക് തിരിച്ചു. ആൻറ്റി എന്തിനാ രവിയങ്കിളിനെ അടിച്ചത്? അങ്കിളിനെ പിണക്കരുതായിരുന്നു. നീ എന്തിനാ പേടിക്കുന്നേ? നീ ഇനി അയാളെ പേടിച്ച് ജീവിക്കേണ്ടി വരരുത്. അതുകൊണ്ട് കൂടിയാ ഞാൻ അടിച്ചത്. ഒന്നുകിൽ ഇതിവിടെ അവസാനിക്കണം. നിന്നെ ശല്യപ്പെടുത്താൻ അയാൾ ഇവിടെ ഇനി വരരുത്. രവിയങ്കിൾ വരും. എന്നെ ത്രട്ടൻ ചെയ്തിട്ടാ പോയത്. നിന്നെ അയാൾക്ക് എന്തു ചെയ്യാൻ പറ്റും? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അയാളുടെ ചിലവിലല്ല നീ ജീവിക്കുന്നത്. പേടിച്ചാൽ നീ ജീവിതകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. ഇത് അവസാനിപ്പിക്കണ്ടേ? ഹരിത മിണ്ടുന്നില്ല. അനിത അല്പം കാത്തു. പിന്നെ എഴുന്നേറ്റ് പോയി വാതിലടച്ചു. അതിനുശേഷം തിരികെ വന്ന് ഹരിതയുടെ മുന്നിൽ നിന്നു. അവളുടെ ശിരസിൽ കൈത്തലങ്ങൾ വെച്ചു. എന്താ നിന്നെ അലട്ടുന്നത്? എന്താണെങ്കിലും നീ തുറന്നു പറ. ഞാനല്ലാതെ മറ്റൊരാൾ അറിയില്ല. ഹരിത മുഖം തെല്ലുമലർത്തി ദയനീയമായി നോക്കി. ആരും അറിയരുതെന്ന് വിചാരിക്കുന്ന എന്തോ ഒരു രഹസ്യം നിന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ ഭാരം താങ്ങാൻ നിനക്ക് വയ്യ. നിന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരേയൊരു ആളെയുള്ളൂ. അത് ഞാനാണെന്ന് നിനക്കറിയാം. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. നിന്റെ അമ്മയോട് പറയുന്ന പോലെ പറഞ്ഞോ. അറിയാനുള്ള ആകാംക്ഷ മുറ്റുനിന്ന ചോദ്യമായിരുന്നില്ല അത്. ഹൃദയഭാരം പങ്കുവയ്ക്കാനുള്ള, വേദനകളെ ഏറ്റുവാങ്ങാനുള്ള സന്നദ്ധതയായിരുന്നു. ആൻറ്റി, രവിയങ്കിൾ എന്നെ വിട്ടുപോവില്ല. ഇപ്പോൾ ഡിവോഴ്സ് കേസ് തീർപ്പാക്കാൻ പോകുക. ഞാൻ കൂടെ ചെല്ലണമെന്ന് നിർബന്ധിക്കുന്നു. നിനക്ക് വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞേക്കണം. ഞാനത് 100 തവണ പറഞ്ഞു. പക്ഷെ സമ്മതിക്കുന്നില്ല. എനിക്ക് വേണ്ടിയാ ഡിവോഴ്സ് എടുത്തെന്ന് പറയുന്നു. ഞാനില്ലാണ്ട് ജീവിക്കില്ല എന്നൊക്കെയാ പറച്ചില്. വീണ്ടും പറഞ്ഞില്ലേ വരാൻ മനസ്സില്ലെന്ന് 101ാമത്തെ തവണ. എന്നെ ഭീഷണിപ്പെടുത്തുക. അത് കഴിഞ്ഞല്ലോ. ഇനി അയാൾ ഈ വീട്ടിൽ കയറില്ല. അത് ഞാനേറ്റു. ഹരിത വിസമ്മതാർത്ഥത്തിൽ തലയാട്ടി. അയാൾ എന്നെ നശിപ്പിക്കും. ജീവിക്കാൻ സമ്മതിക്കില്ല. തിരിച്ചാ വേണ്ടത്. അയാളെ ജീവിക്കാൻ സമ്മതിക്കരുത്. ആൻറ്റിക്കറിയാഞ്ഞിട്ടാ. അയാൾക്ക് എൻ്റെ ജീവിതം തകർക്കാൻ പറ്റും. രവിയങ്കിളിന് ഇനി ഒന്നും പേടിക്കാനില്ലല്ലോ. ഡിവോഴ്സ് എടുക്കുവല്ലേ. ആരോടും ഉത്തരം പറയണ്ട. മോളെ, നമ്മളിങ്ങനെ അക്കരയും ഇക്കരയും നിന്നിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ പ്രശ്നം എന്താണെന്ന് തെളിച്ചു പറ. അയാളുടെ കയ്യിൽ നിന്റെ ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടോ? ഹരിത തലതാഴ്ത്തി മിണ്ടാതിരുന്നു. നിങ്ങളൊന്നിച്ച് ഒരു ഹോട്ടലിൽ താമസിച്ചതൊക്കെ എനിക്കറിയാം. നീ തന്നെ എൻ്റെ അടുത്ത് വെല്ലുവിളിക്കും പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പകലും രാത്രിയും നീ ഈ വീട്ടിലില്ലായിരുന്നു. അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതാണോ നിന്റെ പേടി? ഹരിത പെട്ടെന്ന് കൈവിരലുകൾ കൊണ്ട് വായി മറച്ച് കരയാൻ തുടങ്ങി. കരയണ്ട. ആ തെറ്റ് സംഭവിച്ചു പോയി. പുറകോട്ട് നടന്നുപോയി. അതിനെ തിരുത്താൻ പറ്റില്ല. മനസ്സിൽ തിങ്ങുന്നുണ്ടെങ്കിലും പറയാൻ കഴിയാത്തൊരു വിലക്ക് അവളുടെ നാവിനെയും മനസാക്ഷിയെയും ബന്ധിക്കുന്നുണ്ടെന്ന് അനിതയ്ക്ക് മനസ്സിലായി. ചിലപ്പോൾ നീ വെറുതെ ഭയപ്പെടുന്നതായിരിക്കും അല്ലേ? അനിത ചോദിച്ചു. ശരത്തേട്ടൻ അറിഞ്ഞ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അതാ എൻ്റെ പേടി. ശരത്ചന്ദ്രൻ എന്തറിയാനാ? രവിയങ്കിളും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിപ്പം ഇല്ലല്ലോ. ജീവിതത്തിൽ ഒരു പ്രേമമുണ്ടാകാത്ത ആണും പെണ്ണുമില്ല. അത് ശരത്ചന്ദ്രന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മറ്റാരും ശരത്തേട്ടൻ്റെ അടുത്ത് പറയില്ല. അതെന്തുമാത്രം ഡീപ്പായിട്ടുള്ള റിലേഷനായിരുന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ രവിയങ്കിൾ തന്നെ നേരിട്ട് പറഞ്ഞാലോ?
അയാൾ അങ്ങനെ ദ്രോഹിക്കോ നിന്നെ? മനസ്സുരുകി സ്നേഹിച്ച പെണ്ണിനോട് ഏതെങ്കിലും പുരുഷൻ കാണിക്കോ അങ്ങനൊരു തെമ്മാടിത്തം? രവിയങ്കിൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു. അയാൾക്ക് എന്തു പറയാൻ പറ്റും? നിങ്ങളൊന്നിച്ച് ഹോട്ടൽ റൂമിൽ കഴിഞ്ഞിട്ടുണ്ടെന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെന്താ തെളിവ്? തെളിവൊക്കെ രവിയങ്കിളിൻ്റെ കയ്യിലുണ്ട് ആൻറ്റി. എല്ലാം ഞാൻ തന്നെ വരുത്തിവെച്ചതാ. രവിയങ്കിളിനെയും എന്നെയും തമ്മിൽ അകറ്റിയിട്ട് എല്ലാവരും കൂടി എൻ്റെ കല്യാണം നടത്തിത്തരാൻ തീരുമാനിച്ചപ്പോൾ എനിക്കെല്ലാവരോടും ഭയങ്കര വാശിയായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എല്ലാവരോടും പ്രതികാരം ചെയ്യണമെന്ന്. പിന്നെ ഞാൻ കരുതി രാത്രി വീട് വിട്ടിറങ്ങിപ്പോയിട്ട് ഏതെങ്കിലും തെമ്മാടിക്കൂട്ടങ്ങൾ എന്നെ പിച്ചു ചിന്തി നശിപ്പിക്കട്ടെ എന്ന്. അന്നൊന്നും ഒരു ബോധവുമില്ല. തലയ്ക്ക് തീ പിടിച്ച പോലെ നടക്കുക. അങ്ങനെയാ ഞാൻ രവിയങ്കിളിനെ ആരും അറിയാതെ വിളിച്ചു വരുത്തിയത്. അത് ആരോടുള്ള പ്രതികാരം? കല്യാണം കഴിക്കാൻ പോണ ആൾ എന്തു തെറ്റ് ചെയ്തു നിന്നോട്? അനിത അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കറിഞ്ഞുകൂടാ. എല്ലാവരോടും രവിയങ്കിളിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് നിഷേധിച്ചവരെയെല്ലാം പൂളാക്കണമെന്നായിരുന്നു വാശി. രവിയങ്കിളിൻ്റെ കുഞ്ഞിനെയും എടുത്ത് ലാളിക്കണം. അന്നെൻ്റെ തലയ്ക്കകത്ത് എന്തോ ഒരു ബാധ കയറിയതുപോലെയായിരുന്നു. തൻ്റെ മകൾ നടുക്കം കൊള്ളിക്കുന്ന സത്യത്തിനരികിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അനിതയ്ക്ക് തോന്നി. മുൻപേ തന്നെ ഒരു ഊഹമുണ്ടായിരുന്നെങ്കിലും ഹൃദയം കിടിലം കൊള്ളുന്ന പോലെ. എന്നിട്ട് നീ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നോ? അതല്ലേ ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഹരിത വീണ്ടും കൈപ്പടം കൊണ്ട് കണ്ണുകൾ മറച്ച് കരയാൻ തുടങ്ങി. പൊടുന്നനെ നെഞ്ചിലൊരു അഗ്നിപർവ്വതം രൂപം കൊണ്ട മട്ടിലായി ഹരിത. അല്പം മുൻപ് വരെ അതില്ലായിരുന്നു. ചില ആദികളും ആശങ്കകളും ഊഹങ്ങളും മാത്രമായിരുന്നു. ചിന്നിച്ചിതറിക്കിടന്ന അവയെല്ലാം കൂടി ഒന്നു ചേർന്ന് ഉരുകിത്തിളയ്ക്കുന്ന ഗർഭഗൃഹമായി തീർന്നിരിക്കുന്നു. ഒരിക്കലും സത്യമായിരിക്കരുത് എന്നാഗ്രഹിച്ച സംഗതി ഉഗ്രസത്യമായി ഭവിച്ചിരിക്കുന്നു. തൻ്റെ നിയന്ത്രിത മേഖലയ്ക്ക് അപ്പുറത്ത് കടന്നു കയറിയതുപോലെ അനിത ഹരിതയെ നോക്കി നിസ്സഹായയായി ഒട്ടുനേരമിരുന്നു. ഒടുവിൽ ഇത്രയും ചോദിച്ചു. രവിശങ്കറിന് അറിയാമോ ഇതെല്ലാം? അറിയാം. ഇപ്പോൾ ആ പേരും പറഞ്ഞ എൻ്റെ പിന്നാലെ കുഞ്ഞിനെ വളർത്തി ഒന്നിച്ച് ജീവിക്കാമെന്ന് കൊച്ചുകുട്ടികൾ കണ്ണീരോടെ ആവലാതിപ്പെടുന്ന പോലെ പറയുകയാണ് ഹരിത. കെടാവിളക്ക് പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകേണ്ട ജീവിതം ഒരൊറ്റ ദേഷ്യത്തിൽ കരിങ്കല്ലിൽ തല്ലിത്തകർത്ത കളിപ്പാട്ടമാക്കിയിട്ടിരിക്കുന്നു. ഇനി അത് കൂട്ടിയോജിപ്പിക്കാൻ അവൾക്കറിഞ്ഞുകൂടാ. നിനക്ക് അങ്ങനെയൊരു ചിന്തയുണ്ടോ? അയാളുടെ കൂടെ പോയി ജീവിച്ചേക്കാമെന്ന്? വേണ്ട ആൻറ്റി, അതിനേക്കാൾ ഭേദം മരിക്കുന്നതാ. ശരത്തേട്ടൻ എൻ്റെ തെറ്റ് എന്നും മനസ്സിലാക്കുന്നോ അതുവരെയുള്ളൂ എൻ്റെ ജീവിതം. അത് ഞാൻ പണ്ടേ തീരുമാനിച്ചു വച്ചിരിക്കുന്നതാ. ജീവിതകാലം മുഴുവൻ ഇതെല്ലാം മറച്ചുവെച്ച് ശരത്ചന്ദ്രൻ്റെ കൂടെ ജീവിക്കാമെന്നുള്ള ധൈര്യം നിനക്കുണ്ടോ? എനിക്കറിയില്ല. ഒന്നു മാത്രമേ എനിക്കറിയൂ. ശരത്തേട്ടൻ ഇതറിഞ്ഞ ശേഷം എന്നെ ജീവനോടെ കാണരുത്. എന്നോട് ഒരു വാക്ക് സംസാരിക്കാൻ ഇടവരരുത്. രവിശങ്കറിനല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാമോ? ഇല്ല, ഇല്ലെന്ന എൻ്റെ വിശ്വാസം. രവിയങ്കിൾ പറയാതെ ആരും അറിയില്ല. അയാൾ എങ്ങനെ അറിഞ്ഞു? നീ പറഞ്ഞുകൊടുത്തോ? ഞാനാ ഇതിന് മുൻകൈ എടുത്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ കണക്കുകൂട്ടി തന്നെ ചെയ്തു വെച്ചതാ അല്ലേ? എന്നിട്ട് അയാളെ വിളിച്ചറിയിക്കുകയും ചെയ്തോ? ഹരിത മിണ്ടാതെ തലകുനിച്ചിരുന്ന് കണ്ണീർ തുടച്ചു. എങ്കിൽ പിന്നെ അയാളുടെ കൂടെ പോയി ജീവിക്കുന്നതല്ലേ ന്യായം? ഒരു പാവം മനുഷ്യനെ വെറുതെ ചതിക്കേണ്ടല്ലോ. ഞെട്ടിയതുപോലെ ഹരിത മുഖമുയർത്തി. ഇല്ല, എനിക്കിനി ആ ജീവിതം വേണ്ട. ഞാൻ ആശിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ആരും സമ്മതിച്ചില്ല. നീ എന്താ വിചാരിച്ചേ? അനിത രോഷത്തോടെ ചോദിച്ചു. നിനക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ളതാണോ നിന്റെ ജീവിതം? ഭാര്യയും മക്കളുമുള്ള പുരുഷനെയല്ലാതെ വേറെ ആരെയും നീ കണ്ടില്ലേ പ്രേമിക്കാൻ? എന്നിട്ട് ആശിച്ചപ്പോൾ കിട്ടിയില്ലത്രേ. നിനക്കെന്താ അവകാശമാ ഉള്ളത് അയാളെ ആശിക്കാനും പ്രേമിക്കാനും? ഒരു വിധത്തിൽ ആ ബന്ധത്തിൽ നിന്ന് ഊരിയെടുത്തപ്പോൾ കുരങ്ങൻ്റെ കയ്യിലോട്ട് പൂമാല കൊണ്ടുവച്ച് കൊടുത്ത പോലെ ജീവിതവും ഭാവിയും അഭിമാനവും എല്ലാം കൂടി കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഹരിത ആ രോഷപ്രകടനം കണ്ട് അനിതയുടെ മുഖത്തേക്ക് വിശ്വാസം വരാത്ത പോലെ നോക്കിക്കൊണ്ടിരുന്നു. ഇതിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും പറ? അനിത കയർത്തു ചോദിച്ചു. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഒരു നിവൃത്തിയുമില്ലാതെ വന്ന സൂയിസൈഡ് ചെയ്യും ഞാൻ. നിനക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത് നേരത്തെ ചെയ്യണമായിരുന്നു. നിന്റെ വയറ്റിലൊരു ജീവൻ ഉണ്ടാകുന്നതിന് മുൻപ്, അയാളെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കൂടെ കിടക്കുന്നതിന് മുൻപ്. ഈർച്ചവാൾ പോലെ അനിതയുടെ വാക്കുകൾ അവളുടെ ചെവിയിലേക്ക് തറഞ്ഞു കയറിക്കൊണ്ടിരുന്നു. ഇപ്പം നിനക്ക് ആത്മഹത്യ ചെയ്യാൻ എന്തവകാശം? നിനക്കൊരു ഭർത്താവും അയാളുടെ കുടുംബവുമില്ലേ? അവരുടെ അഭിമാനം തകർക്കാൻ നിനക്കെന്തവകാശം? നിന്നെ എത്രയധികം സ്നേഹിക്കുന്ന ആ മനുഷ്യനെയും അയാളുടെ അച്ഛനമ്മമാരെയും വേദനിപ്പിക്കാൻ നിനക്കെന്തവകാശം? ഹരിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈത്തലങ്ങൾ വിടർത്തി യാചിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞതാ.
ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയില്ലേ? എന്തു ചെയ്യണമെന്ന് അനിതയ്ക്കും അറിയില്ല. ഹരിതയുടെ കരച്ചിൽ കണ്ട് പതിയെ പതിയെ അവളുടെ രോഷം തണുത്തു. ഹരിതയുടെ തലയിൽ കൈപ്പടങ്ങൾ വെച്ച് അല്പസമയം നിന്നു. പിന്നെ അവളുടെ മുഖം തൻ്റെ ഉദരത്തിലേക്ക് ചേർത്ത് പിടിച്ച് ശിരസിൽ തലോടി. ആത്മഹത്യയൊക്കെ മനസ്സിന്ന് കളഞ്ഞേക്ക്. ഒരു കുഞ്ഞില്ലേ നിന്റെ വയറ്റിൽ, അതിനെ വളർത്തണ്ടേ? വേണ്ട, എനിക്കതിനെ വേണ്ട ആൻറ്റി, എനിക്കതിനെ കാണുക പോലും വേണ്ട. ഹരിത വീണ്ടും അനിതയുടെ വയറിനു മീതെ തലയിട്ടടിച്ച് കരഞ്ഞു. അടുത്ത ഭാഗം നാളെ.